എനിക്ക് എൻ്റെ കയ്യിൽ 10,000 രൂപ എത്തി. ഓക്കെ ഓക്കെ. അത് ഭയങ്കര ഒരു ഭയങ്കര സന്തോഷമായി എനിക്ക്. പിന്നെ ഒരു പണയം വെച്ചത് എടുത്തു. അപ്പൊ അതൊക്കെ എനിക്കൊരു ഭയങ്കര ഒരു മിറാക്കിളായിട്ട് തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അത് നടന്നത്. ഓക്കെ. എൻ്റെ എല്ലാ എന്തത്? കൂട്ടുകാർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു ലൈവ് ക്ലാസ്സിൽ ഇത്രയധികം പേരെ നേരിട്ട് കാണാൻ സാധിച്ചതിൽ. അതോടൊപ്പം തന്നെ ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അൻവിന്ദ് എന്നാണ്. ഞാനൊരു സൈക്കോളജിസ്റ്റാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ കുറച്ച് ബിസിനസ്സുകളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു പാഷനാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ ഇത്തരം ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. നമ്മൾ ഏകദേശം ഒരു 4 വർഷമായിട്ട് ഈ ഒരു മേഖലയിലുണ്ട്. കുറേ ട്രെയിനേഴ്സിനെ നമ്മളെ ക്ലാസ്സിലൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ സുജാർ മോഹൻ, ആശ ജി കുമാർ, അതോടൊപ്പം തന്നെ വിബി ആർ മോഹൻ, അങ്ങനെ കുറേ പേര് നമ്മുടെ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ട് അവർ ലോ ഓഫ് അട്രാക്ഷൻ മേഖലയിലേക്കും ട്രെയിനിങ് മേഖലയിലേക്കെല്ലാം തന്നെ കടന്നിട്ടുണ്ട്. അവരെല്ലാം തന്നെ, കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ നമ്മളൊരു മീഡിയമായിട്ട് മാറുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും ചെയ്യാറ്. അല്ലാതെ ഞാൻ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാം തന്നെ നമ്മളെ ദൈവികതയുടെ ഒരു കടാക്ഷം കൊണ്ടാണ് സംഭവിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സമർപ്പണ ഭാവം വെക്കണം എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് വേണമെങ്കിൽ പറയാം, ഇത് എൻ്റെ കഴിവാണ്, ഞാൻ യോഗിയാണ്, മിസ്റ്റിക്കാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ ലൈവിൽ വരുന്ന ഏകദേശം ഒരു 40-50% ആൾക്കാർ വിശ്വസിക്കും. ഓക്കെ, അൻവിന്ദ് എന്തോ സംഭവമാണ് എന്നൊക്കെ ചിന്തിച്ചിട്ട്. എന്നാൽ തീർത്തും ഞാൻ ഒന്നുമല്ല. ഞാൻ ഇപ്പോഴും നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ, സൈക്കോളജി എന്ന് പറയുന്ന കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബേസിക്കലി ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വെച്ചാൽ വിശ്വാസമാണ്. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനിലെ പവർഫുൾ ടെക്നിക്കാണ്, ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. ഇങ്ങനെ പണം നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ ആവശ്യമായ ഒരു സിമ്പലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപായി നിങ്ങൾ ലൈഫിൽ, ഞാൻ ജസ്റ്റ് 5 പേർക്ക് മാത്രമാണ് ലൈഫിൽ ഏറ്റവും കൂടുതൽ മിറാക്കിൾസ് സംഭവിച്ച ലോ ഓഫ് അട്രാക്ഷനിലൂടെ മാനിഫെസ്റ്റ് ചെയ്ത എന്ത് കാര്യമാണ്, അത് ജസ്റ്റ് ഒരു 5 പേര് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാം. കാരണം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് പങ്കുവെക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് വീണ്ടും നൽകിക്കൊണ്ടിരിക്കുക. എൻ്റെ ലൈഫിൽ എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ അറിവുകളും പങ്കുവെക്കാൻ തുടങ്ങിയ ശേഷം എനിക്ക് അറിവുകളും എനിക്ക് ധനവും എല്ലാം തന്നെ നൽകി യൂണിവേഴ്സ് എനിക്ക് നൽകി. അതേപോലെ തന്നെ നിങ്ങളുടെ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യുന്ന സമയത്ത് വീണ്ടും സക്സസ്സിലേക്ക് നിങ്ങൾ നയിക്കുക. കാരണം നിങ്ങൾ ഈ സക്സസ് സ്റ്റോറിയിൽ പറയുന്ന സക്സസ് സ്റ്റോറി അത് ലൈവിലുള്ള വ്യക്തികൾക്കും അതോടൊപ്പം യൂട്യൂബ് ചാനലിലെ വ്യക്തികൾക്കും എല്ലാം തന്നെ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഹലോ. നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ നമ്മള് സക്സസ് സ്റ്റോറി ഒരാളിപ്പോ നമുക്ക് പൈസ തരികയാണ്, നമ്മൾ പൈസ ആകും. ഓക്കെ, ആദ്യം തന്നെ ഞാൻ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സംശയങ്ങൾ പിന്നെ ചോദിക്കാം. അല്ല, ഇതും പൈസ തന്നു കഴിഞ്ഞാൽ അത് സക്സസ് സ്റ്റോറി അത് സക്സസ് തന്നെയാണ്. അതെ, അത് സക്സസ് തന്നെയാണ്. ഓക്കെ, അത് നിങ്ങൾ ഓൾറെഡി ഷെയർ ചെയ്തതാണല്ലോ. നിങ്ങൾ പറഞ്ഞോളൂ. എൻ്റെ പേര് അഖില. എനിക്ക് പറയാന്ന് വെച്ചാൽ നമ്മൾ ഞായറാഴ്ച ഒരു ഗ്രാബോയ് മെഡിറ്റേഷൻ ചെയ്തില്ലേ നമ്പർ വെച്ചിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ സാറന്ന് പറഞ്ഞ തുക പറഞ്ഞപ്പോ ഞാൻ എഴുതിയത് 10,000 രൂപയാണ് എഴുതി അങ്ങനെ ചെയ്തത്. അപ്പൊ എനിക്ക് വിചാരിക്കാണ്ടാണ് ബുധനാഴ്ച എനിക്ക് എൻ്റെ കയ്യിൽ 10,000 രൂപ എത്തി. അത് ഭയങ്കര സന്തോഷമായി എനിക്ക്. ഞാൻ എന്താ വെച്ചാൽ ഞങ്ങക്ക് ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് മലയ്ക്ക് പോകണ്ട എല്ലാവരും. അപ്പൊ ഞാനിങ്ങനെ ഈ മാസമാണ് പോകുന്നത്. അപ്പൊ അതിനു വേണ്ടി എന്താ ചെയ്യാ, ഒരു 10,000 രൂപ എങ്ങനെയെങ്കിലും എവിടുന്ന് കിട്ടുക എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു. അപ്പൊ എനിക്ക് എൻ്റെ ഹസ്ബൻഡിന്റെ അമ്മ തന്നെയാണ് തന്നത്. ഒരു ലോൺ പാസ്സായി അങ്ങനെ വെച്ചിട്ട് അവര് എൻ്റെ കയ്യിൽ സൂക്ഷിച്ചോളം പറഞ്ഞിട്ട് തന്നതാണ് പോവാൻ വേണ്ടിയിട്ട്. അപ്പൊ സാറിനോട് നേരിട്ട് പറയാനുള്ളത് കാരണം ഞാൻ ഞായറാഴ്ച സൂം മീറ്റിൽ വരുമ്പോ പറയാന്ന് വെച്ചിട്ടാണ് ഇരുന്നത്. ഭയങ്കര സന്തോഷമായി സാർ. താങ്ക് യു. വേറെ ആൾക്ക് ആണ് സക്സസ് സ്റ്റോറി പറയുന്നത്? സാറേ, ഞാൻ സുശീല. സാറിന്റെ അടുത്ത് ഞാൻ 7 ചക്ര ബ്രേസ്ലെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇപ്പൊ അടുത്ത് ഞാൻ ഓർമ്മയുണ്ടോ, ഗുജറാത്തിലാണ്, ഇപ്പൊ വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 29-ാം തീയതി എത്തുള്ള അത് ഞാൻ ധരിച്ചതിന് ശേഷം എനിക്ക് കുറച്ച് ദേഷ്യം കൂടുതലായിരുന്നു ധരിക്കുന്നതിന് മുമ്പ്. ഭയങ്കരമായിട്ട് അങ്ങോട്ട് എന്താ പറയാ, എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. ഇപ്പൊ ഇത് ഇട്ടതിന് ശേഷം സാർ പറഞ്ഞ പോലെ രാവിലത്തെ എല്ലാതും ചെയ്യുന്നുണ്ട്, നമ്മള് ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്തതിനു ശേഷം ഇപ്പൊ എന്തിനോടും ഫുള്ളായിട്ട് പ്രതികരിക്കല്ല, കൺട്രോൾ. എനിക്ക് എന്നെ തന്നെ ഒരു കൺട്രോള്. എന്തിനെ
വേണ്ട, കൂൾ ഡൗൺ, അങ്ങനെ എന്റെ മനസ്സിൽ തന്നെ കൂൾ ഡൗൺ അങ്ങനെ ഒന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. പതുക്കെ പതുക്കെ ഫുള്ളും ശരിയാവും എന്നുള്ള വിശ്വാസം. ഓക്കെ ഓക്കെ, എന്തായാലും താങ്ക് യു സാർ, ഇതൊരു താങ്ക് യു. വോയിസ് ആയിട്ട് അയച്ചോളൂ കേട്ടോ. വോയിസ് ആയിട്ട് അയച്ചോളൂ. ഹലോ ഹലോ ആ വോയിസ് ആയിട്ട് അയച്ചോളൂ, നിങ്ങൾ ശരി, ഗ്രൂപ്പിൽ ഷെയർ ഓക്കെ ചെയ്യണം. സാർ. ഓക്കെ, ഇനി മൂന്നാമത് ശരി ശരി, നിങ്ങളുടെ ഓക്കെ ലൈഫിലെ ഓക്കെ. എന്താ എക്സ്പീരിയൻസ്, അത് ചെറുതായിരിക്കാം വലുതായിരിക്കാം എന്തോ ആവട്ടെ, ജസ്റ്റ് ഷെയർ ചെയ്യാം. ഇനി വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യണ്ടോ ഇതേപോലെ സക്സസ് സ്റ്റോറീസ്? ആർക്കെങ്കിലും ഉണ്ടോ? എന്നെ ഷെയർ ചെയ്യാം. കേക്കാവോ സാറേ? കേൾക്കാം കേൾക്കാം. ഞാൻ എൻ്റെ പേര് ശ്രീജിനി എന്നാണ്. ആ ഞാൻ സാറിന്റെ ഇപ്പൊ പറഞ്ഞ കഴിഞ്ഞ ദിവസം എഴുതിയില്ലേ 52074118 എന്ന് പറഞ്ഞു, അതെഴുതി ഞാൻ എന്റെ കാലൊന്ന് പെട്ടെന്ന് ബ്ലോക്ക് ആയിട്ട്, ബ്ലഡ് ബ്ലോക്ക് ആയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ എനിക്ക് കിട്ടാനുള്ള പൈസയായിരുന്നു. ഞാൻ ചോദിച്ചപ്പം ഇല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഈ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോ അന്ന് തന്നെ എനിക്ക് രാത്രിയായപ്പം 10,000 രൂപ എന്റെ അക്കൗണ്ടിൽ വന്നു. ഓക്കെ ഓക്കെ, സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നടന്ന ഏറ്റവും വലിയ മിറാക്കുലസ് ആയിട്ടുള്ള മറ്റൊരു വ്യക്തിക്കും ഇതേപോലെ തന്നെ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മളിത് പങ്കുവെക്കുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. യൂണിവേഴ്സിൻ്റെ ഒരു റൂളാണല്ലോ. ഓക്കെ, ആരാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്? സാറേ നമസ്കാരം, എന്തൊക്കെയുണ്ട്? നല്ല സുഖമായിരിക്കും സാർ. എനിക്കുണ്ടല്ലോ, എനിക്ക് എന്റെ ചിട്ടി പെൻഡിങ് ആയിട്ട് കിടക്കുകയായിരുന്നു. അപ്പൊ അത് എഴുതി പറയലും ചെയ്യുന്നത് എല്ലാം എന്താ പറയാ, അത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു കേട്ടോ. സാറ് പറഞ്ഞ പോലെ ഒരു നോർമലിൽ നമ്മളെ ഹാപ്പിനെസ്സിനെ കീപ്പ് ചെയ്ത് പോകുന്നു. അപ്പൊ എന്റെ അത് അടച്ചു, പിന്നെ ഒരു പണയം വെച്ചത് എടുത്തു. അപ്പൊ അതൊക്കെ എനിക്കൊരു ഭയങ്കര ഒരു മിറക്കിളായിട്ട് തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അത് നടന്നത്. ഓക്കെ ഓക്കെ, യാമിനി അലൈൻമെന്റ് മാസ്റ്ററിയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. അതായത് അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ക്ലാസ്സുകൾ പങ്കെടുത്തിട്ട് ഫുൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ള മാത്രമാണ് അദ്ദേഹം കേട്ടത്. പക്ഷെ ഹാപ്പി ആയിട്ടിരിക്കുന്നില്ല, നമ്മൾ ഒരു ബാലൻസ് സ്റ്റേജിൽ ഇരിക്കുക എന്നുള്ളതാണ്, ഒരു മനസ്സ് സമാധാനത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും. ഞാനെപ്പോഴും ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ജോയ്ഫുള്ളായിട്ട് പൊട്ടിച്ചിരിച്ച് അട്ടഹസിച്ചൊന്നും ഞാൻ നിൽക്കുന്നില്ല. കാരണം നമ്മൾ എപ്പോഴും ഭയങ്കര ഹാപ്പിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡൗൺ ആയിപ്പോൾ. നേരെ മറിച്ച് ഒരു ബാലൻസ് സ്റ്റേജിൽ നമ്മൾ ലൈഫിനെ കൊണ്ടുവന്നെങ്കിൽ ഒരു ശാന്തത, ഒരു ബ്ലിസ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും, ഒരു ആനന്ദം. അതായത് നിങ്ങൾ ഭയങ്കര ചില ക്ലാസ്സിൽ പറയും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കൂ, 24 മണിക്കൂർ ഹാപ്പി ആയിട്ടിരിക്കൂ എന്ന് പറയുന്നത്, എനിക്ക് ബേസിക്കലി പറയുന്നത് എനിക്ക് ഒരിക്കലും 24 മണിക്കൂറും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. കാരണം നമ്മൾ ലൈഫിലാണ്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് വിഷമങ്ങളും കാര്യങ്ങളും വരും. പക്ഷെ അതിന് നമ്മൾ മാനേജ് ചെയ്യണമെങ്കിൽ ഇമോഷനെ ബാലൻസ് ചെയ്തേ മതിയാകും. ഇപ്പം യാമിനി ഇങ്ങനെ ക്ലാസ് ഇപ്പോൾ എലൈൻമെന്റ് മാസ്റ്ററിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഒരു ബാലൻസ്, അതായത് നമ്മൾ ക്ലാസ് കൊടുക്കുന്ന വിഭജന മെഡിറ്റേഷൻ, അതോടൊപ്പം തന്നെ വിവിധതരം ഇന്നർ ചൈൽഡ് ഹീലിംഗ് മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിനെ ഒന്ന് കാം ചെയ്യാൻ സാധിച്ചു. അതിലൂടെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ചേഞ്ചസ് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി ആർക്കെങ്കിലും ഒരാൾക്കും കൂടി അല്ലെങ്കിൽ ഒരു 2 പേർക്കും കൂടി നിങ്ങളുടെ ലൈഫിൽ എന്താണ് ചേഞ്ച്, നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിൽ എന്ത് ചേഞ്ചാണ് നിങ്ങൾ കൊണ്ടുവന്നതെന്ന് ഷെയർ ചെയ്യാം. പറഞ്ഞോളൂ. ഓക്കെ, വിജയലക്ഷ്മി. ഹലോ. എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷം നല്ലൊരു സമാധാനം. വോയിസ് ബ്രേക്ക് ആകുന്നുണ്ട്. അതെയോ സാർ? അത് ഇതിന്റെ പ്രശ്നം പിന്നെ പറയാം. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ പിന്നെ പറഞ്ഞോളൂ. നീ വേറെ ആർക്കെങ്കിലും ഇതേപോലെ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യണ്ടേ ഷെയർ ചെയ്യാം. എനിക്ക് സക്സസ് സ്റ്റോറി ഒന്നും ഷെയർ ചെയ്യാനില്ല, ഞാൻ പുതിയ ആളാണ്. പക്ഷെ ക്ലാസ്സുകളെ കുറിച്ച് അറിയണം എന്നൊരു താല്പര്യമുണ്ട്. പിന്നെ ഈ ബ്രേസ്ലെറ്റിനെ കുറിച്ച് ഞാൻ ആ വീഡിയോ വേറൊരു സാറിന്റെ ക്ലാസ് കണ്ടപ്പോൾ അതിനെ കുറിച്ച് അറിയണമെന്നുണ്ട്, അത് വാങ്ങിക്കണം എന്നുണ്ട്. അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മള് ഇപ്പം ഇങ്ങനെ ഒരു 200 എണ്ണം വിറ്റിട്ടുണ്ട്. ഇനി പുതിയ ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വീക്ക് തന്നെ പുതിയ നമ്മളെ ഗ്രൂപ്പിൽ തന്നെ ഇടുന്നതാണ്. ഇതേപോലെ 7 ചക്ര ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്.
ഓക്കെ. പക്ഷെ അതിന്റെ ഗുണം എന്താ സാർ, അതും കൂടി പറയോ? അതിന്റെ ഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതാണ് 7 ചക്ര ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞത്. നമ്മളെ 7 ചക്രാസ് ഉണ്ട്, അത് നമ്മൾ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ഈ 7 ചക്ര ബ്രേസ്ലെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഏകദേശം 7 കളേഴ്സ് ഉണ്ടാവും. 7 കളേഴ്സ് ഡിനോട്ട് ചെയ്യുന്നത് 7 ചക്രാസ് തന്നെയാണ്. അത് നമ്മൾ യൂട്യൂബിൽ തന്നെ കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ചക്രാസ് എന്താണെന്നോ അതോടൊപ്പം തന്നെ അതിൻ്റെ ഹീലിംഗ് പ്രോസസ് എന്താണെന്നെല്ലാം പറഞ്ഞിട്ട്. ഈ ഒരു ചക്ര ബ്രേസ്ലെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെറുതെ നിങ്ങൾക്ക് നൽകുകയല്ല ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ ഇതിൽ ഒരു ക്ലെൻസിങ് ഹീലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഒരു കാർഡ് നൽകിയിട്ടുണ്ടാവും, ഒരു ഹീലിംഗ് കാർഡ് എന്നുള്ളതാണ്. അതിൽ 2 QR ഉണ്ടാവും. ആദ്യത്തെ QR എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ക്ലെൻസ് ചെയ്യാന്നുള്ള, രണ്ടാമത്തെ QR എന്ന് പറഞ്ഞത് അതിനെ എങ്ങനെ ഹീൽ ചെയ്യാന്നുള്ള രീതിയിൽ. കാരണം നമ്മൾ ഡെയിലി ഹീൽ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നേരത്തെ ഒരാൾ പറഞ്ഞല്ലോ മനസ്സ്, കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മനസ്സ് ചിലപ്പോൾ എല്ലാം ടെൻഷനും കാര്യങ്ങളും എനിക്ക് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ ഒരു ബ്രേസ്ലെറ്റ് ഇടാൻ തുടങ്ങിയ ശേഷം എൻ്റെ ലൈഫിൽ ഒരു സ്മൂത്തായിട്ട്, അതായത് നമ്മളൊരു യാത്ര ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് സ്മൂത്തായിട്ട് ടയറുകൾ പോകുന്ന സമയത്ത് ഒരു പീസ്ഫുള്ളായിട്ട് നമുക്ക് ലൈഫിനെ എല്ലാ കാര്യങ്ങളിലും ബാലൻസ് ചെയ്യാൻ പറ്റില്ലേ, അങ്ങനെ എനിക്ക് പോകാൻ പറ്റുന്നുണ്ട്. അതാണ് ഈ 7 ചക്ര ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നീ എന്തായാലും വരുന്ന ക്ലാസ്സുകളിലും മറ്റ് ഗ്രൂപ്പുകളിലും തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. എന്തായാലും സന്തോഷം. നീ അത് 1500 രൂപയാണ്. അത് ഓഫർ പ്രൈസ് ആയിട്ട് നമ്മൾ ഇപ്പോൾ 899 രൂപക്കാണ് കൊടുക്കുന്നത്. അത് അറിയിക്കാം. ഓക്കെ. അന്നേരം നമ്മൾ ഇനിയുള്ള സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് ലാസ്റ്റ് ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാൻ പോവാണ്. കുബേരൻ, അതായത് അതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ സാർ, ഈ സ്പെഷ്യൽ ടാസ്ക് ഇടുന്നത് വൺ ടൈം ചെയ്താൽ മതിയോ? അതെ, വൺ ടൈം ചെയ്താൽ മതി. ഒരു വട്ടം. പക്ഷെ സാറേ പില്ലോയുടെ കാര്യം പറഞ്ഞത്, പില്ലോയില് സാർ ഇങ്ങനെ മാറ്റി അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 28 days ഇല്ലേ, അത് നിങ്ങൾ ക്ലാസ്സിൽ ഫസ്റ്റ് തന്നെ പങ്കെടുക്കുന്നതിനെ കൊണ്ടാണ്. ഇപ്പം സൗജന്യ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, 28 ദിവസമുള്ള ടാസ്ക്, ഇപ്പം 369 ആയിരിക്കാം, അല്ലെങ്കിൽ പില്ലോ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ആയിരിക്കാം, അങ്ങനെ ഹോപ്പിനായിരിക്കാം, അങ്ങനെ കുറേ ടെക്നിക്കുകൾ നമ്മൾ അതിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്, അതുകൊണ്ടാണ് കൺഫ്യൂഷൻ. ഓക്കെ, പലരും സൗജന്യ ക്ലാസ്സിന്റെ ഇങ്ങനെ സംശയങ്ങൾ ചോദിച്ചിരുന്നു. നമ്മൾ സൗജന്യ ക്ലാസ് എന്ന് പറയുന്നത് 365 ദിവസമുള്ള ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാജിക് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉള്ളത്. അന്നേരം അതിൽ നമ്മൾ ആ ക്ലാസ് മാത്രമല്ല, 3 പവർഫുൾ ആയിട്ടുള്ള യൂണിവേഴ്സൽ ലവ് മെഡിറ്റേഷൻ, അതോടൊപ്പം തന്നെ ഈ അബൻഡൻസ് മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്ന 3 ടൈപ്പ് പവർഫുൾ മെഡിറ്റേഷൻസും അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ ബൈനറി മ്യൂസിക്കും നൽകിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഫ്രീ സമയത്ത് നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മളെ മറ്റ് പെയ്ഡ് ക്ലാസ്സുകളുണ്ട്. ഇപ്പോൾ അലൈൻമെൻറ്റ് മാസ്റ്ററി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ്സാണ് അലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറയുന്നത്. നമ്മളെ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിന് വേണ്ടിയിട്ടുള്ള, അതായത് ഹീലിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. കാരണം നമ്മൾ കുട്ടിക്കാലത്ത് കുറേ ട്രോമാസ്, ഇപ്പോൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും തമ്മിൽ ബ്രോക്കൺ റിലേഷൻഷിപ്പ് ആയിരുന്നു. അത് കാരണം എൻ്റെ ഫ്രണ്ട്ഷിപ്പിലും മറ്റ് ബന്ധങ്ങളിലെല്ലാം തന്നെ ഒരു ബ്രോക്കൺ റിലേഷൻഷിപ്പാണ് ഞാൻ അട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ കാര്യം പണത്തിൻ്റെ കാര്യമാണ്. പണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെ കുട്ടിക്കാലത്ത് എനിക്ക് ഒരു ബിലോ ആവറേജ് ഫാമിലി ആയിരുന്നു. ഞാൻ വലിയ പൈസ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, ആവശ്യത്തിനുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഉണ്ടെങ്കിലും തരില്ല, അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് അനുഭവിച്ച സമയത്ത് ഒരിക്കലും അബൻഡൻസിലേക്ക് എനിക്ക് വരാൻ സാധിച്ചില്ല. അതും എൻ്റെ ഇന്നർ ചൈൽഡിലെ പ്രോബ്ലം ആയിരുന്നു. അതെല്ലാം തന്നെ ഹീൽ ചെയ്ത് വന്നതിന് ശേഷമാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപത്തിൽ തന്നെയുള്ള എൻ്റെ രൂപത്തിൽ തന്നെ, പണ്ടൊന്നും എൻ്റെ രൂപം ഇങ്ങനെ ആയിരുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ മുന്നേയുള്ള വീഡിയോസ് കാണുകയാണെങ്കിൽ മനസ്സിലാവും. കാരണം നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റില്ല. കുട്ടിക്കാലത്ത് നമുക്ക് സ്നേഹം കിട്ടാത്തത് കാരണം നമുക്ക് നമ്മളെ സ്നേഹിക്കാനോ നമ്മളെ അംഗീകരിക്കാനോ പറ്റുന്നില്ല. അന്നേരം എന്ത് സംഭവിക്കും, നമ്മളെ എനർജി ലെവൽ ലോ ആണ് ചെയ്യുക. അങ്ങനെ ആ ഒരു ഹീലിംഗ് പ്രോസസ്സിനുള്ള ക്ലാസ്സാണ് അലൈൻമെൻറ്റ് മാസ്റ്ററി. ഇപ്പോൾ ഏകദേശം രണ്ട് ബാച്ച് കഴിഞ്ഞു. ഇപ്പം 3ാമത്തെ ബാച്ചാണ്, അല്ല 2ാമത്തെ ബാച്ചിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇപ്പം 3ാമത്തെ ബാച്ച് പുതിയ സ്റ്റാർട്ട് ചെയ്യും 11 തീയതി. അന്നേരം ഞാൻ അറിയിക്കാം ഗ്രൂപ്പിൽ തന്നെ. അതായത് നിങ്ങൾക്ക് കുറേ ട്രോമാസ്, കുട്ടിക്കാലത്ത് കുറേ ട്രോമാസ്, ഇപ്പം തന്നെ കുറേ ടെക്നിക്സും കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ഈ അലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറയുന്നത്. കുറേ പേർക്ക് ഇന്ന് തന്നെ ഒരു വ്യക്തി എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചിരുന്നു. അദ്ദേഹം ഈ ബാച്ചിൽ പങ്കെടുക്കുന്നതാണ്. അദ്ദേഹം കുറേ പ്രോബ്ലം അനുഭവിച്ചിരുന്നു. ഇപ്പം 3 ലക്ഷം രൂപ അദ്ദേഹത്തിന് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിച്ചു, ഹെൽത്ത് ഓക്കെ ആയി, ഭർത്താവായിട്ടുള്ള റിലേഷൻഷിപ്പ് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചിരുന്നു. കാരണം നമ്മളെ ബോധ മനസ്സിൽ എന്താണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതാണ് നമ്മളെ ഔട്ടർ വേൾഡ് അല്ലെങ്കിൽ പുറമേയുള്ള ലോകം ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളതാണ്. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ ഇനിയുള്ള ഏതെങ്കിലും ഒരു ലൈവ് വരുന്ന സമയത്ത് അലൈൻമെൻറ്റ് മാസ്റ്ററി കൊടുക്കുന്ന ഓരോരോ കാര്യങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അന്നേരം
നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും കുബേരനാകുക എന്നുള്ളതാണ്. കുബേരനാകുക എന്ന് പറയുന്നത് എന്താണ്? കുബേരൻ എന്ന് പറയുന്നത്, കുബേരൻ സമ്പത്തിൻ്റെ ദേവനായിട്ടാണ് കരുതുന്നത്. ഇപ്പോൾ കുബേരൻ എന്ന് പറഞ്ഞാൽ വെറും പണം മാത്രമല്ല നമ്മൾ ലൈഫിൽ വേണ്ടത്. നമ്മളെ ലൈഫിൽ ഇങ്ങനെ 4 പില്ലേഴ്സ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ലൈഫ് സർക്കിൾ എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് റിലേഷൻഷിപ്പ്, അതോടൊപ്പം നല്ല ജോലി, പണം, ആരോഗ്യം, ഇവ 4 നമുക്ക് വേണം. എൻ്റെ ലൈഫിൽ ഒരു ഇൻബാലൻസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. കാരണം ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഞാൻ ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണം കുറേ നെഗറ്റീവായുള്ള ചിന്തകൾ എനിക്കുണ്ടായിരുന്നു. പണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ല, അതോടൊപ്പം തന്നെ പണമല്ല ലൈഫിൽ ഒന്നും വേണ്ടത് എന്നുള്ള രീതിയിലുള്ള ചിന്ത. നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനത്തെ ചിന്ത ഉണ്ട്? ഇതിലുണ്ടോ? അത് പണം ഒന്നുമല്ല, വെറുതെയാണ് പണം, പണത്തേക്കാണ് കൂടുതൽ, ബന്ധങ്ങൾക്കാണ് പ്രാധാന്യം എന്നൊക്കെയുള്ള തോട്ട്സ് നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് തോട്ടാണ് നിങ്ങളുടെ മനസ്സിലെന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാം, വോയിസ് ഓൺ ചെയ്തിട്ട് ഷെയർ ചെയ്യാം. ഇപ്പൊ ഇല്ല. എന്തായിരുന്നു ചിന്ത? പണം ആവശ്യത്തിന് വേണം, പണം എന്നാ ബന്ധങ്ങൾക്കും വില കൽപ്പിക്കണം. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു തോട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. വേറെ എന്താണ് തോട്ട് നിങ്ങളെ? ജസ്റ്റ് ഇത് ഒരു റേഡിയോ ക്ലാസ് അല്ല, ഞാനിവിടെ എന്തൊക്കെയോ പറയുന്നു എന്നല്ല, ഇൻട്രാക്റ്റീവ് സെക്ഷനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്, ഇൻട്രാക്റ്റീവായിട്ട് സംസാരിക്കുക എന്നുള്ള. നിങ്ങളെ മനസ്സിൽ എന്താണ് പണം എന്ന് കേൾക്കുന്ന സമയത്ത് എന്ത് ചിന്തയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? എന്താണ് ചിന്ത വരുന്നത്? പണം നമുക്കൊരു മനുഷ്യനിലേക്ക് ഏതൊരു വ്യക്തിയിലേക്കും ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് സ്റ്റാറ്റസ് വരുത്തുന്നത് പണമാണ് സാർ. പണം ഉണ്ടെങ്കിലേ നമുക്ക് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് 4 ആളുടെ മുമ്പിലൊന്നും നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. എന്നാൽ മറുപുറം ചിരിക്കുമ്പോൾ പണം മാത്രം പോരാ, ബന്ധവും വേണം. രണ്ടൊരു, പക്ഷെ പണത്തിനാണ് മുൻതൂക്കം. പണം ഉണ്ടെങ്കിലേ ബന്ധം ഉണ്ടാവുള്ളൂ, സ്റ്റാറ്റസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ശരി, നല്ല കാര്യം. ഓക്കെ, ഇനി വേറെ ആൾക്ക് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളെ പണത്തിനെ കുറിച്ചുള്ള ചിന്ത, ഫസ്റ്റ് ചിന്ത എന്ന് പറയുന്നത്? സാറേ, നേരത്തെ പണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ആരെങ്കിലും ക്യാഷ് ഒക്കെ ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ കയ്യില് 100 രൂപയുള്ളെങ്കിലും അതെടുത്ത് കൊടുക്കുമായിരുന്നു. അല്ലാണ്ട് നമുക്ക് ഇനി ഇപ്പൊ ക്യാഷ് ഉണ്ടോ എന്ന് ചിന്തിക്കില്ല നേരത്തെ. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല, ക്ലാസ് ഒക്കെ കണ്ടു തുടങ്ങി കഴിഞ്ഞു. പിന്നെ നേരത്തെ അങ്ങനെ പൈസ വേണ്ട, അത്യാവശ്യത്തിന് മതി, എന്തിനാ പൈസ, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകളൊക്കെ ആയിരുന്നു. അന്നേരം കയ്യില് ക്യാഷ് ഉണ്ടോ എന്നൊന്നും ചിന്തിക്കില്ല. ആരെങ്കിലും വന്ന് ചോദിച്ചാൽ 50 രൂപയുള്ളെങ്കിൽ ആ 50 രൂപ എടുത്ത് കൊടുക്കും. എന്നിട്ട് പിന്നെ ഇല്ലാതെ വരും. അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി. അതെ അതെ അതെ, ശരി. താങ്ക് യു സോ മച്ച്. ഷെയർ ചെയ്ത് എല്ലാവർക്കും നന്ദി. ഞാനിവിടെ പറയാൻ പോകുന്നത് വെച്ചാൽ പണം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആയിരിക്കും, അല്ലെങ്കിൽ അഭിപ്രായമായിരിക്കും. എല്ലാത്തിനും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലത്ത് ഞാൻ പണം എന്ന് പറയുന്ന സമയത്ത് ചിന്തിച്ചത് പണം ആവശ്യത്തിന് മതി, പണം എന്തിനാ, അന്നന്ന് ജീവിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് മതി എന്നുള്ള ചിന്തയാണ്. അത് കാരണം എന്നിൽ മണി ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇന്നു മുതൽ ചിന്തിക്കേണ്ട ചിന്ത എന്ന് വെച്ചാൽ പണം ആവശ്യത്തിൽ കൂടുതൽ വേണം, ആവശ്യത്തിൽ കൂടുതൽ നിങ്ങളിലേക്ക് പണം വരണം എന്ന രീതിയിൽ തോട്ട് വെക്കുക. അതായത് അബണ്ടൻ്റ് ആയിരിക്കണം, സമ്പന്നമായിട്ടുള്ള ചിന്തയായിരിക്കണം നിങ്ങൾക്ക് ആദ്യം തന്നെ വേണ്ടത്. എപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനേഴ്സ് ആവട്ടെ, മറ്റ് ട്രെയിനേഴ്സ് ആവട്ടെ, എല്ലാം തന്നെ പറയുന്ന കാര്യമുണ്ട്, എപ്പോഴും സമ്പന്നമായി ചിന്തിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾ പണത്തെക്കുറിച്ച് അവസരങ്ങളോ കാര്യങ്ങളോ എല്ലാം തന്നെ കിട്ടുന്ന സമയത്ത് അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എത്ര പേര് നിങ്ങളെ പേഴ്സ്, ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിരുന്നു, ഒരു റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ല ക്വാളിറ്റിയുള്ള പേഴ്സ് മേടിക്കുക എന്നല്ല, വാളറ്റ് മേടിക്കുക എന്നല്ല. ഇതിൽ എത്ര പേര് ചെയ്തിട്ടുണ്ട്? ഇതിലിപ്പം 100 മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, എത്ര പേര് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം യെസ് എന്നും. അതായത് ചോദ്യം ഇതാണ്, നിങ്ങൾ വാളറ്റ്, പേഴ്സ്, പണം ഇട്ട് വെക്കുന്നില്ലേ, അത് റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള പേഴ്സ് മേടിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ ഓക്കെ, പേഴ്സ് വേണം. ഓക്കെ, യെസ്. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞോളൂ കേട്ടോ, അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമില്ല. എല്ലാം ട്രൂ ആയി നിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സാർ, അതിലൊരു ഡൗട്ട് ഉണ്ടേ. അതിന്റെ അകത്ത് നമ്മൾ ആ പേഴ്സിന്റെ അകത്ത് നമ്മൾ കാർഡുകൾ എന്തൊക്കെ ശരിക്കും വെക്കാൻ പറ്റും? വെക്കാൻ പറ്റുന്ന അതിൽ ATM കാർഡ്സ് വെക്കാം, അതോടൊപ്പം തന്നെ നമുക്ക് ATM കാർഡ്സ്, പിന്നെ ഐ ഡി കാർഡ്സ് എല്ലാം വെക്കാം. ഇതിൽ ഈ ബില്ല് കാര്യങ്ങളൊന്നും വെക്കാതിരിക്കുക. പിന്നെ ഈ
ചില സ്ത്രീകൾ ചെയ്യുന്ന പോലെ തന്നെ പിന്ന്, ഹെയർ പിന്ന്, പിന്നെന്താണ് പൊട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെക്കാതിരിക്കുക. ഓക്കെ, ലൈസൻസ് പിന്നെ ലൈസൻസ്, ATM കാർഡ്, ലൈസൻസ് എല്ലാം വെക്കാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബില്ല് കാര്യങ്ങളെല്ലാം വെക്കുന്ന സമയത്ത് നമ്മൾ അതിൽ അതൊരു നെഗറ്റീവാണ്. നേരെ മറിച്ച് അതിലെപ്പോഴും പണം അടുക്കി വെക്കുക, കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് പണം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്നതാണ്. അത് ഇത് എന്തുകൊണ്ടാണ് ഞാൻ മുന്നേ പറഞ്ഞ കാര്യമാണ്. ചിലപ്പോൾ പുതിയ പേര് ഇതിൽ വന്നതിനെ കൊണ്ട് വീണ്ടും പറയാണ്. നമ്മൾ പണത്തെ എത്രത്തോളമാണ് റെസ്പെക്ട് ചെയ്യുന്നത്, പണം അത്രത്തോളം തന്നെ നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ പണത്തിൻ്റെ വിനിയോഗം വളരെ പ്രാധാന്യത്തോടെ കാണാം. അതായത് ഇപ്പം നേരത്തെ ഒരു വ്യക്തി പറഞ്ഞു, അതായത് അദ്ദേഹം എന്താണ് പറഞ്ഞത്, 50 രൂപയുണ്ടെങ്കിൽ ആരെയും കടം ചോദിക്കുന്നത് 50 രൂപ കൊടുക്കും. കാരണം പണം എന്ന് പറയുന്നത് വെറുതെ ഒരാൾക്ക് കൊടുക്കേണ്ട വസ്തുവല്ല, നമുക്കൊരു വാല്യൂ തരുന്ന സമയത്താണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പം എനിക്ക് പണ്ടത്തെ ഒരു ശീലം ഉണ്ടായിരുന്നു, കടങ്ങൾ ചോദിക്കുന്ന സമയത്ത്, ആരെങ്കിലും കടം ചോദിക്കുന്ന സമയത്ത്, അതോടൊപ്പം തന്നെ ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെ പറഞ്ഞിട്ട് കുറേ കള്ളം പറഞ്ഞ് എൻ്റെ പണം കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്നേരം നമ്മൾ അവിടെ പണത്തിനെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കാൻ ചെയ്യുന്നത്, ഓവറായിട്ട് വെറും അനാവശ്യമായിട്ട്. ഇപ്പം നിങ്ങൾക്ക് ലക്ഷറി ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കുന്നത് തെറ്റല്ല ഞാൻ പറയുന്നത്, വെറുതെ നിങ്ങൾക്ക് അനാവശ്യമായിട്ട് ചിലവഴിക്കാതെ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ. ബേസിക്കലി എന്താണ്, നിങ്ങൾ ഒരാൾക്ക് കടം കൊടുക്കുന്നത് നിങ്ങൾക്ക് സന്തോഷമാണോ ദുഃഖമാണല്ലോ വരിക. നേരെ മറിച്ച് ലക്ഷറി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ പണം ഉപയോഗിച്ചോളൂ. അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, അത് നിങ്ങളെ മറന്നുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിൽ വരുന്ന ഒരു കാര്യമാണ് ഓട്ടോമാറ്റിക്കായിട്ടുള്ള മണി ബ്ലോക്ക് എന്ന് പറയുന്നത്. അന്നേരം ഇതിൽ വലിയൊരു ശതമാനം ലേഡീസാണ് നിങ്ങൾ ഈ മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി ജീവിക്കാതെ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയേണ്ടത്. പലപ്പോഴും എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന പല ലേഡീസും എബവ് മിഡിൽ ഏജ് ആകുന്ന സമയത്ത് അവർക്ക് ഭയങ്കര സങ്കടം വരും. ഒന്നും ആയില്ലല്ലോ എന്ന രീതിയിലെ ചിന്ത, എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, എനിക്കൊന്നും സ്വന്തമായിട്ടില്ലല്ലോ എന്നുള്ള ചിന്ത വരും. അത് നമ്മൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴേ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഡ്രീംസ്, അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ലൈഫിൽ എപ്പോഴും പണം വന്നുകൊണ്ടിരിക്കും. അതായത് ഡ്രീംസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പണം വരണമെങ്കിൽ പണത്തിൻ്റെ, കാരണം ഞാനിത് ഇങ്ങനെ ചെയ്ത സമയത്ത്, അതായത് നമ്മളെ കാര്യം വിട്ട് ജീവിക്കുകയാണെങ്കിൽ പണം നമ്മളിലേക്ക് വരില്ല. കാരണം എന്താണ്, നിങ്ങളെ എനർജി ലെവൽ അവിടെ ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എത്രത്തോളമാണോ നിങ്ങളുടെ ഫോക്കസ് ചെയ്ത് ജീവിക്കുന്നത്, അതായത് നിങ്ങളെ ഹാപ്പിനെസ്, നിങ്ങൾ ഞാൻ എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ വരുന്നതനുസരിച്ച് നിങ്ങൾ ഉള്ളിലേക്കാണ് പോവുക, അല്ലേ? ഞാൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഉള്ളിലേക്കല്ലേ പോവുക. സാർ ഒരു ഡൗട്ട്, സാർ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോഴേ എനിക്ക് ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ കുറെയൊക്കെ മാറി വരുന്നു. നമ്മൾ എങ്ങനെയാണ് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ബന്ധങ്ങളാണോ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഓൾറെഡി, നല്ല ബന്ധങ്ങൾ, ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ കുറെയൊക്കെ വ്യത്യാസം വന്നു. പിന്നെ അതായത് നമ്മൾ നോ പറയുകയും അതുപോലെ തന്നെ എന്താ പറയാ, നോ പറയാൻ തുടങ്ങിയപ്പോഴും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചോദിച്ചും പറഞ്ഞും ഒക്കെ തുടങ്ങിയപ്പോ പലരും മാറി പോകാൻ തുടങ്ങി. അപ്പൊ അത് നല്ലതാണോ ചീത്തയാണോ? നല്ലതാണ്. കാരണം നമ്മൾ നമ്മളായി നിൽക്കുന്ന സമയത്ത്, അതാണ് നമ്മളെ ട്രൂത്ത്ഫുൾ ആയിട്ട് നമ്മളോട് സത്യസന്ധമായ രീതിയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ വിശ്വസിക്കുന്നതും നമ്മളെ മനസ്സിലാക്കുന്നതുമായിട്ടുള്ള ബന്ധങ്ങളാണ് നമ്മളിലേക്ക് വരിക. ഇപ്പം നിങ്ങൾ ചാന്ദിനി എന്ന് വെച്ചാൽ അലൈൻമെന്റ് മാസ്റ്ററിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. നമ്മൾ ഈ ഹീലിംഗ് പ്രോസസ്, ഇപ്പോൾ ഇന്നർ ചൈൽഡ് ആവട്ടെ, അതോടൊപ്പം തന്നെ ഓരോ ഹീലിംഗ് പ്രോസസ് കഴിയുന്നതനുസരിച്ചും ആദ്യം തന്നെ ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഒരു ഹീലിംഗ് പ്രോസസ്, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഹീലിംഗ് പ്രോസസ്സാണ്. നമ്മുടെ അലൈൻമെന്റ് മാസ്റ്ററിൽ പൂർണ്ണമായിട്ട് ഇന്നർ ചൈൽഡ്, അതോടൊപ്പം തന്നെ ഇന്നർ വൂൺസ് ഹീലിംഗ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് നമ്മളിൽ ഉണ്ടാവുക. അതിനും ഈ ഒരു എനർജി ലെവൽ നമ്മൾ ചേഞ്ച് ആകുന്നതനുസരിച്ച് നിങ്ങളിലേക്ക് നോക്കുന്ന പറഞ്ഞു, ഓക്കെ എനിക്കിത് നോ പറയണം അല്ലെങ്കിൽ ഇത് പറ്റില്ല എന്നൊക്കെ രീതിയിൽ നമ്മൾ പറയുന്ന സമയത്ത് അവിടെ നമ്മളെ വൈബ്രേഷനെ അല്ലെങ്കിൽ നമ്മളെ ഊർജ്ജത്തെ നമ്മൾ തിരിച്ചറിയുകയാണ്. അതൊരിക്കലും മറ്റുള്ളവർ അംഗീകരിക്കണമെന്നില്ല. എല്ലാവരും എന്താണ്, നമ്മൾ അടിമപ്പെട്ട് നിൽക്കണം, നമ്മൾ അവർക്ക് വിധേയമായി നിൽക്കണം എന്ന രീതിയിലാണ് ചിന്തിക്കുക. അത് നിങ്ങളെ പങ്കാളിയാവട്ടെ ആരുമാവട്ടെ, അത് നിങ്ങളെ എനർജി ലെവലിനെ ലോ ആക്കും. ഇപ്പം എന്താണ്, നിങ്ങൾ ചാന്ദിനി എന്താണ് ഒരു മെഡിറ്റേഷനും കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു ഹൈ എനർജിയിലും അതോടൊപ്പം തന്നെ തൻ്റെ ഡ്രീംസിനെയും തൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഫോക്കസ് ചെയ്യുന്നതനുസരിച്ച് നമ്മളെ ചുറ്റുപാടുകൾ ആദ്യം തന്നെ മാറും. കാരണം എന്താണ്, നിങ്ങൾ പുതിയൊരു ലെവലിലേക്ക് നിങ്ങൾ പോവുകയാണ്.
ഗെയിം ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അതായത് നിങ്ങൾ ഓരോ ലെവലിലും നിങ്ങൾ വ്യത്യസ്തമായ ആൾക്കാരാണ് നിങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്നത്. ഇതേ സാഹചര്യം, ഇതേ വ്യക്തികൾ, ഇതേ ലൈഫാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. ഈ വ്യക്തിബന്ധങ്ങൾ മാറുന്നതനുസരിച്ച് നിങ്ങൾ അടുത്ത ലെവലിലേക്ക് വരിക. അന്നേരം അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. ക്ലിയർ ആയോ? ഓക്കെ, അതുകൊണ്ട് നല്ല കാര്യമാണ്, സന്തോഷം. ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇദ്ദേഹം 4th സ്റ്റേജിലെ ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അദ്ദേഹം അതിനെ ഫൈറ്റ് ചെയ്യല്ല, അതിനെ ഹീൽ ചെയ്തിട്ട് അദ്ദേഹം ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ നിൽക്കുകയാണ് എന്ന വ്യക്തിയാണ് ചാന്ദിനി. ഓക്കെ, ഞാനിവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പണത്തിനെ റെസ്പെക്റ്റ് ചെയ്യുന്നതനുസരിച്ച് എത്രത്തോളമാണോ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റുക അത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യാം. നമ്മൾ ആദ്യമെല്ലാം നിങ്ങൾ ഷെൽഫിലോ കാര്യങ്ങളിലോ പണം ഇങ്ങനെ, എൻ്റെ വീട്ടിലുണ്ടായിരുന്നു വലിപ്പിൽ, അതോടൊപ്പം ഷെൽഫിലെല്ലാം തന്നെ കോയിൻസ് ഇങ്ങനെ സൈഡിലും അവിടെ ഇവിടെ ആയിട്ടെല്ലാം തന്നെ വെക്കും. ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഒന്നുകിൽ ബൗളിൽ അല്ലെങ്കിൽ അലമാരയുടെ അകത്ത് അല്ലെങ്കിൽ പേഴ്സിൽ കാര്യങ്ങളിലാണ് എപ്പോഴും നമ്മൾ പണത്തിനെ കീപ്പ് ചെയ്യേണ്ടത്. അതിനനുസരിച്ച് പണത്തെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് പണം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പണത്തെ നമ്മൾ കാണുന്ന സമയത്ത്, ഇപ്പോൾ വേറൊരു വ്യക്തിയുടെ പണവുമാകട്ടെ, അതിനെ നിങ്ങൾ കാണുന്ന സമയത്ത് അതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ബാങ്കിൽ പോകുന്ന സമയത്ത് ആ ഒരു പണം കാണുന്ന സമയത്ത് നിങ്ങൾ സന്തോഷിക്കുക. കാരണം എന്താണ്, പണം എന്ന് പറയുന്നത് ദൈവികമായിട്ടുള്ള ഊർജ്ജമാണ്. ഈ ഒരു ലെവലിൽ വേണം നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ചിന്ത വെക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി നിങ്ങളിൽ അബൻഡൻസ് ഉണ്ടാവും. മറ്റൊരു വ്യക്തിയുടെ വിജയത്തിൽ പോലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ സാധിക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും ആ വ്യക്തിയും രണ്ടല്ല ഒന്നാണ് എന്നുള്ള ചിന്തയാണ്. ഞാൻ തന്നെ ഓരോരോ സക്സസ് സ്റ്റോറീസ് കൊടുക്കുന്ന സമയത്തും പലരുടെയും കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവൻ ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനേഴ്സ് അവരെ സക്സസ് സ്റ്റോറീസ് വരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണ്, അവരും സെയിം മേഖലയിലാണെങ്കിൽ പോലും അവരെ ഗ്രോത്ത് എന്ന് പറയുന്നത് എൻ്റെ ഗ്രോത്ത് ആയിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നതുകൊണ്ടാണ്. അതാണ് നമ്മളെ ഒരു ബോധതലം അല്ലെങ്കിൽ നമ്മളെ എനർജി ലെവലിനെ നമ്മൾ ഉയർത്തുന്നതിനനുസരിച്ച് നമുക്ക് എല്ലാവരോടും സ്നേഹവും കൃതജ്ഞതയും എല്ലാം തന്നെ നമുക്ക് വരുന്നതാണ്. അതാണ് നമ്മളെ ലൈഫിലെ ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറയുന്നത്. ഞാനെന്ന്, അതായത് നമ്മൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ, നമ്മളെ ട്രൂ ആയിട്ടുള്ള സ്ട്രെങ്ത്തിനെ ആദ്യം മനസ്സിലാക്കണം. മറ്റുള്ളവരെ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ മറന്നുകൊണ്ടല്ല ഞാൻ ചെയ്യുന്നത്. ഇവിടെ നമ്മളെ മറന്നുകൊണ്ടാണ് പലരെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? നിങ്ങൾ ഡ്രീംസിന് ഓക്കെ. എന്നാൽ നമ്മളെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി. അതായത് നമ്മളെ ബലം എന്താണ്, ബലഹീനത എന്താണെന്ന് നമ്മൾ ആദ്യം തന്നെ തിരിച്ചറിയണം. അന്നേരം മുതൽ നമ്മൾ ലൈഫിൽ പതിയെ ചേഞ്ചസ് വരാൻ തുടങ്ങും. അതായത് പണത്തെ നമ്മൾ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മളുടെ ട്രൂ സ്ട്രെങ്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ലൈഫിൽ പണം വരിക. പണത്തെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഈ ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനേഴ്സ് എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത്. അവർ കൊടുക്കുന്ന കോഴ്സാണ് അവരെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ആവട്ടെ, അങ്ങനെ എന്തോ ആവട്ടെ, അങ്ങനെയാണ്. കാരണം ഞാനത് ട്രൂത്ത്ഫുള്ളായിട്ട് പറയുകയാണ്. കാരണം നമ്മുടെ ട്രെയിനേഴ്സ്, സ്റ്റുഡൻസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, അവരെല്ലാം മാനിഫെസ്റ്റ് ചെയ്യുന്നത് അവരെന്തെങ്കിലും ഒരു യൂണിവേഴ്സ് നൽകുന്നതുകൊണ്ടാണ്. ഇപ്പം എൻ്റെ സ്റ്റുഡൻ്റാണ് സുജാർ മോഹൻ, ആശാ ജി കുമാർ, ബിബി, അതോടൊപ്പം തന്നെ വിഷ്ണു, ഗ്രീൻ ടൂത്തിൻ്റെ വിഷ്ണു, പിന്നെ കുറേ പേരുണ്ട്, കുറേ ട്രെയിനേഴ്സ് നമ്മളെ സ്റ്റുഡൻസാണ്. അതിന് അവരിലെല്ലാം തന്നെ മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് കോഴ്സസുകളാണ്. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഇന്ന് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതായത് യൂണിവേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല എഴുതി വെക്കുക. ചിലപ്പോൾ നിങ്ങളൊരു ഡോക്ടറായിരിക്കാം, ചിലപ്പോൾ നിങ്ങളൊരു ബിസിനസ്സുകാരിയായിരിക്കാം. ആ ചെയ്യുന്ന സമയത്ത് അത് യൂണിവേഴ്സിനെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഈ പ്രപഞ്ചത്തെ സഹായിക്കുന്നതാണ്. കാരണം പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് നമ്മളെ സഹായിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ആ ജോലിയെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് കർമ്മം സമർപ്പണ ഭാവത്തിൽ ചെയ്യുന്നതനുസരിച്ച് ആ കർമ്മം തന്നെ ദൈവികമായിട്ട് മാറുന്നതാണ്. ക്ലിയർ ആയോ? അതായത് നിങ്ങളെന്താണ് ഇവിടെ എനിക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതൊരു ദൈവികമായിട്ടുള്ള ഒരു പ്രവർത്തനമാകുന്ന നേരം അതിൽ ഡിവൈനേഴ്സ് വരും. അതായത് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ പതിയെ വരുന്നതാണ്. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. അതായത് നിങ്ങൾ നല്ലൊരു സർവീസ് കൊടുക്കുകയാണ്, ജനങ്ങൾക്ക് നല്ല സർവീസ് കൊടുക്കുകയാണ്, അത് ബിസിനസ്സിലൂടെ ആകട്ടെ മറ്റ് ജോലിയിലൂടെ ആകട്ടെ, അതിന് അവർ എപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് ഓക്കെ താങ്ക് യു എന്ന് പറയും. അതോടൊപ്പം തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് നമ്മളും അവിടെ ഗ്രോ ചെയ്യുക. ക്ലിയർ ആയോ? അല്ലാതെ നമ്മളൊരു നല്ല സർവീസ്, ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, സ്ത്രീകൾ നിങ്ങൾ മണി മാനിഫെസ്റ്റേഷനിൽ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടെക്നിക്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇന്നും ഞാൻ ടെക്നിക്ക് പറയുന്നുണ്ട്. അതല്ല,
അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൂൾ മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈക്കോളജിയും വശങ്ങളും എല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പല വീഡിയോസിലും കുറച്ച് ടെക്നിക്സ് പറയുന്നത്. ഇതെന്നെ തന്നെ മൈൻഡ് സെറ്റാണ്. ബേസിക്കലി വന്നു വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മൈൻഡ് സെറ്റാണ്. അന്നേരം നമ്മൾ ഇന്ന് തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് ജസ്റ്റ് എഴുതി വെക്കുക, നിങ്ങൾ എന്താണ് ഇന്ന് ഈ സൊസൈറ്റിക്ക് വേണ്ടി കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എഴുതി വെക്കേണ്ടത്. എന്താണ് നൽകാൻ പോകുന്നത്, അതായത് നിങ്ങൾ ചെയ്യുന്ന ജോലി ആട്ടെ ബിസിനസ് ആട്ടെ അതെന്താണ് ഇന്നത്തെ ഏറ്റവും വലിയ, അതായത് നമ്മളിൽ കുബേരനാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മൾ നൽകണം. അല്ലാതെ ഒന്നും സൗജന്യമായിട്ട് നൽകാൻ, ഫ്രീ ആയിട്ട് നൽകാൻ യൂണിവേഴ്സ് നിങ്ങളെ മാമനോ ഒന്നുമല്ല, മാമനോ അച്ഛനോ ഒന്നുമല്ല. യൂണിവേഴ്സ് എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങളെ ചിന്തകളുടെ ഊർജ്ജം, നിങ്ങളുടെ വാക്കുകളുടെ ഊർജ്ജം, നിങ്ങളുടെ പ്രവൃത്തിയുടെ ഊർജ്ജം, ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം. ഈ 3 കാര്യങ്ങളും അലൈൻ ആകുന്ന സമയത്ത് മാത്രമാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുക. ചിന്തകൾ, വാക്ക്, പ്രവൃത്തി. അതായത് നിങ്ങൾ സമ്പന്നമായിട്ട് ചിന്തിക്കുകയാണ്, എന്നാൽ മറ്റൊരു പറയുന്നത് എന്താണ്, പണത്തെക്കുറിച്ച് എടി എങ്ങനെ പോകുന്നു ലൈഫ്, ആ തട്ടിയും മുട്ടിയും പോകുന്നു, എങ്ങനെ ഫിനാൻഷ്യൽ കണ്ടീഷൻ എങ്ങനെയാണ്, ആ ദാരിദ്ര്യമാണ്, കഷ്ടപ്പാടാണ് എന്നൊക്കെ പറയും അല്ലേ. കഷ്ടപ്പാടാണ്, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള കഷ്ടപ്പാടാണ്. അന്നേരം എന്തായി, നിങ്ങളെ ചിന്ത സമ്പന്നമാണ് എന്നാൽ വാക്കുകൾ സമ്പന്നമല്ല. അന്നേരം എന്തായി, അവിടെ മണി ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തു. ഇനി വാക്കുകളും ചിന്തയും സമ്പന്നമാണ് എന്നാൽ പ്രവൃത്തിയിൽ അങ്ങനെയുള്ള സമ്പന്നതയില്ല. അതായത് ഒരു വ്യക്തി നിങ്ങളോട് ഒരു സർവീസ് മേടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് കൊടുക്കാതെ കാര്യങ്ങളും ചെയ്യാതിരിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളിൽ ഈ 3 വാക്കുകൾ. അതായത് ഇപ്പം ജോബില്ലാത്തവർ എന്ത് ചെയ്യും, ജോബില്ലെങ്കിൽ ജോലി ഇല്ലാത്തതാണ്, ഞാൻ വേണേൽ ജോലി തരാം നിങ്ങൾക്ക്. അത്രയധികം ജോലീസ് ഓൺലൈനും ഓഫ്ലൈനായിട്ടും ബിസിനസ്സും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ 3 കാര്യങ്ങളും അലൈനാകാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പോസിറ്റീവ് എനർജി വരുന്നതാണ്. കാരണം നിങ്ങളെ വാക്കുകൾ 100 പേർക്ക് 1000 പേർക്ക് അവിടെ ചേഞ്ച് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതാണ് അങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നതനുസരിച്ച് നിങ്ങളെ ചുറ്റുമുള്ള ആൾക്കാർ മാറ്റം വരും. അതോടൊപ്പം നല്ല നല്ല വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ്. ഇതാണ് അലൈൻമെൻറ്റ് അല്ലെങ്കിൽ ഹീലിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മളെ ചിന്തകൾ എപ്പോഴും എന്ത് ചെയ്യാം, നിങ്ങൾ നന്മയ്ക്ക് വേണ്ടി, അതായത് ഈ എൻ്റെ നന്മ മാത്രമല്ല ഈ പ്രപഞ്ചത്തിന്, ഈ യൂണിവേഴ്സിന് ചുറ്റുമുള്ളവർക്കെല്ലാം തന്നെ നന്മ വേണ്ടെന്നുള്ള ചിന്ത നമ്മളിൽ വെക്കണം. അതേപോലെ തന്നെ നമ്മളൊരു ചിലപ്പോൾ നിങ്ങൾക്ക് പണം കൊടുക്കാൻ സാധിക്കണമെന്നില്ല, ചിലപ്പോൾ ഫിനാൻഷ്യൽ കണ്ടീഷൻ ആയിരിക്കാം. പക്ഷെ നിങ്ങൾ ആ പണം കൊടുക്കുന്നതിനെക്കാട്ടും ഉപരിയായിട്ട് അല്ലെങ്കിൽ പണം കൊടുക്കാൻ സാധിച്ചാൽ നല്ല വാക്കുകൾ പറയാം. അത് അവരെ ബ്ലെസ്സിങ്സ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ മറ്റൊരു വ്യക്തിയുടെ പ്രാർത്ഥനയിൽ നമ്മളെങ്ങനെ ഉൾപ്പെടാം എന്നുള്ളതാണ്. അതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് എപ്പോഴും ഒരു മിറാക്കിൾ സംഭവിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസം അത് പലരും പറയാറുണ്ട്. കാരണം എനിക്ക് എപ്പോഴും ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു പ്രസൻസ്, മീൻസ് എന്തൊരു കാര്യം ബ്ലോക്ക് ആകുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന നിങ്ങളെ ഓരോ വ്യക്തിയിലെ പ്രാർത്ഥനയാണ്. അതെങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നൽകുന്ന സമയത്താണ്. അന്നേരം ഓട്ടോമാറ്റിക്കായി നമുക്ക് ആ ബ്ലെസ്സിങ്സ് വന്നിട്ട് നമ്മളെ ബ്ലോക്കുകളും എല്ലാം തന്നെ മാറും. ദാനധർമ്മം ഖുർആൻ പറഞ്ഞൊരു കാര്യമാണ്, ദാനധർമ്മം ആപത്തുകളെ തടയുന്നതാണ്. അടുത്ത പോയിന്റ്, നമ്മളെ കഴിയുന്ന രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 50 രൂപയുണ്ട്, 50 രൂപ കൊടുക്കുകയല്ല വേണ്ടത്. നിങ്ങളുടെ കയ്യിൽ 1000 രൂപയുണ്ട്, ഒരു 5-8% നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാം. അത് നിങ്ങളെ മണി ബ്ലോക്ക് മാറ്റുന്ന മറ്റൊരു കാര്യം കൂടിയിട്ടാണ്. ഓക്കെ, അങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നതനുസരിച്ച് നിങ്ങളുടെ സമ്പത്ത് വരും. അതോടൊപ്പം തന്നെ അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അങ്ങനെ മാറ്റം വരികയും പറ്റുന്ന ഒരു കാര്യമാണ് പണം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഇനീഷ്യൽ സമയത്ത് എൻ്റെ കയ്യിൽ ഒരു എത്ര രൂപയായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, ഈ ലോ ഓഫ് അട്രാക്ഷനിലേക്ക് വരുന്ന സമയത്ത് ഒരു 1200 രൂപ എൻ്റെ കയ്യിലുണ്ടാവും. ഇന്ന് എനിക്ക് ലക്ഷ്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് മറ്റ് ബിസിനസ്സുകളും കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ബിസിനസ്സുകളെല്ലാം ചെയ്യുന്നത്. അതെല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജനങ്ങളെ സേവിക്കുക എന്നുള്ള ഒരു ചിന്തയിലാണ് നിൽക്കുന്നത്. ഇപ്പം സൗജന്യ ക്ലാസ് പല ട്രെയിനേഴ്സും പറഞ്ഞിരുന്നു, സൗജന്യ ക്ലാസ് എന്തിനാണ് ഇത്രയും ദിവസം നൽകുന്നത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും പെയ്ഡ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതില്ല. ചില ആൾക്കാർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് ഫ്രീ ക്ലാസ് തന്നെ നമ്മൾ വെറുതെ ഒരു ഫ്രീ ക്ലാസ് എന്ന് പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഫ്രീ ക്ലാസ്സിൽ മെഡിറ്റേഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ ഹീലിംഗുള്ള ബൈനറി മ്യൂസിക്. ഇപ്പം നമ്മൾ നൽകിയ ബൈനറി മ്യൂസിക് അത് ഞാൻ പെയ്ഡായിട്ട് മേടിച്ചാണ്. ആ ബൈനറി മ്യൂസിക് എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്തതെന്നാണ്. ആ ബൈനറി മ്യൂസിക് നൽകുന്നുണ്ട്. ബൈനറി മ്യൂസിക് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റിസൾട്ട് വേണമെങ്കിൽ ഇയർഫോൺ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുക, ഇയർഫോൺ ഇയർബഡ്സ് ഉള്ള നമ്മൾ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള അതുള്ള ഇയർബഡ്സ്
യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. എന്നാലാണ് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ബൈനോറി മ്യൂസിക്കിൻ്റെ. ഓക്കെ, നമ്മളിനി ടെക്നിക്കിലേക്ക് കടക്കുകയാണ്. ഒരു മിനിറ്റ്, ആദ്യം കേൾക്കുന്ന സമയത്ത് നമ്മുടെ ആ മ്യൂസിക് ആണോ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ശ്വാസമാണോ ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, ആദ്യം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ ശ്വാസം ശ്രദ്ധിക്കാം, അതിനുശേഷം മ്യൂസിക് ശ്രദ്ധിക്കാം. ആ മ്യൂസിക് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അത് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഓക്കെ, ഇന്നതിന് വേണ്ടി ഹീലിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്, പണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ പണം എന്ന് പറയുന്ന സമയത്ത് ആ പണത്തെ വിഷ്വലൈസ് ചെയ്തിട്ട് വേണം ഈ ഒരു മ്യൂസിക് കേൾക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു. ക്ലിയർ ആയോ? ഇനി നമ്മൾ കുബേരൻ്റെ ഒരു അട്രാക്ഷൻ വേണ്ടിയിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ടെക്നിക്കാണ്. കാരണം നമ്മളെ ക്ലാസ്സിലേക്ക് വരുന്ന പലരും അല്ലെങ്കിൽ ചോദിക്കുന്ന പലരും എന്തെങ്കിലും ടെക്നിക്ക് എന്നുള്ളതാണ്. മൈൻഡ് സെറ്റ്, ഇപ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം മൈൻഡ് സെറ്റ് ഷിഫ്റ്റിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ജസ്റ്റ് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക് പറയുന്നത്. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ A4 ഷീറ്റാണ്. ഞാൻ ക്ലാസ് പറഞ്ഞ പോലെ തന്നെ A4 ഷീറ്റ്, എല്ലാവരുടെ കയ്യിലും A4 ഷീറ്റ് ഉണ്ടെങ്കിൽ A4 ഷീറ്റ് കയ്യിൽ വെക്കുക. A4 ഷീറ്റ് എന്ത് ചെയ്യാം, നമ്മളൊരു നോട്ടിൻ്റെ വലിപ്പത്തിൽ ഇപ്പോൾ ഇതാണ് നോട്ട്, നമ്മളെ റുപ്പി ഇല്ലേ 500 അല്ലെങ്കിൽ 100 റുപ്പീസിൻ്റെ ഒരു വലിപ്പത്തിൽ ജസ്റ്റ് ഈ ഒരു വലിപ്പത്തിൽ മടക്കുക. വീതിയിലാണോ നീളത്തിലാണോ മറക്കണം? നീളത്തിൽ. സോറി, ഇത് വീതിയിലാണോ? വീതിയിലാണ്. ഇതൊരു നോട്ടിന്റെ വലുപ്പത്തിൽ വീതിയിലാണല്ലേ. നമ്മൾ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ചോദിച്ചു ഇതിനെന്ത് ചെയ്യാം, ഇതൊന്നും കൂടി കട്ട് ചെയ്തിട്ട് ഒരു പണത്തിൻ്റെ കറക്റ്റ് വലുപ്പത്തിലാക്കി മാറ്റാം. ഞാൻ 500 റുപ്പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 500 രൂപ വെച്ചു. ഞാൻ 500 രൂപ വെച്ചു. എന്നിട്ട് അതിൻ്റെ ഇതാണ് പണത്തിൻ്റെ. ഇതാണ് നമ്മൾ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, നോട്ട് വെച്ച് അടയാളപ്പെടുത്തി വരയ്ക്കണം. അറൗണ്ട് ഒരു നമ്മളിത് പേഴ്സിൽ വെക്കുന്ന ഒരു ടൂളാണ്. അന്നേരം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് അതേ വലിപ്പത്തിലാണെങ്കിൽ നല്ലത്. വരച്ച് അത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം. ജസ്റ്റ് യൂട്യൂബ് കാണുന്ന വ്യക്തികളാണെങ്കിൽ ജസ്റ്റ് യെസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തോളൂ. സാർ എത്ര പീസ് വേണം? ഒന്ന് മതി, ഒറ്റ പീസ് മാത്രം മതി, ഒറ്റ പീസ്. സാറേ 500 രൂപ നോട്ടിന്റെ വലിപ്പല്ലേ വേണ്ടത്? 500 രൂപ നോട്ടിന്റെ? അതെ അതെ. ഓക്കെ. അതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാനിപ്പം ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച അല്ലെങ്കിൽ ഗ്രീൻ കളർ CD മാർക്കറാണ് ഉപയോഗിക്കുന്നത്.
സീരിയൽ മാർക്കറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്ലൂ കളറോ ബ്ലാക്ക് കളർ ഉപയോഗിക്കാം. തൽക്കാലത്തേക്കാണ്. നിങ്ങൾ നാളെ ഇത് മാറ്റി ചെയ്യണം. ഓക്കെ, ഇപ്പം നമ്മൾ എന്താണ് റെഡ് കളർ ഉപയോഗിക്കാമോ? കളർ ഉപയോഗിക്കാം. തൽക്കാലം ഇപ്പം ബ്ലൂ കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ഉപയോഗിച്ചുള്ളൂ. പക്ഷെ ഏറ്റവും നല്ലത് ഗ്രീൻ കളറാണ്. ഗ്രീൻ കളർ ഓക്കെ, ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ നല്ലത്. സ്കെച്ച് പെൻ ഉപയോഗിച്ചൂടെ? സ്കെച്ച് പെൻ ഉപയോഗിക്കാം. കളറിന് മാത്രമാണ് ഇത്. കളർ തെറാപ്പിയിൽ അല്ലെങ്കിൽ കളർ മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണിത്. ഈ ഗ്രീൻ കളറ് പണത്തിനും റെഡ് കളറ് റിലേഷനും അങ്ങനെയുള്ള കാര്യമാണ്. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു സിമ്പിൾ, ഒരു സിജിൽ സിമ്പിളാണ് ഇതിലുള്ളത്, ഡോളറിൻ്റെ സിമ്പിൾ. ഇപ്പം നമ്മൾ പണം എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും സിമ്പിളായിട്ട് എന്താ ഡോളറിൻ്റെ, അതായത് ഡോളറിൻ്റെ സിമ്പിൾ അറിഞ്ഞൂടെ, എസ് എന്നുള്ള ഇതിൽ 2 ലൈൻ ഇടുക. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഞാനത് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ ഒരു സാറേ സ്ക്രീനിലൊന്നും കാണാനില്ലല്ലോ. കാണുന്നില്ല? ഇല്ല. എന്താ വേറെ എന്താണ്ട് ഷെയർ ചെയ്യുന്നു? ഇല്ലല്ലേ, കാണുന്നില്ല. പേര് മാത്രമേ കാണിക്കണം. ഓക്കെ ഓക്കെ, ഞാനത് പേര് മാത്രമേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് വേണമെങ്കിൽ ഇത് ഞാൻ കാണിക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എസ് വരയ്ക്കുക. ജസ്റ്റ് ഞാൻ കാണിച്ചേ. അതായത് എസ് വരച്ചിട്ട് 2 ലൈന് അതിനെ ക്രോസ് ചെയ്യുന്നത്. ഇതാണ് ഡോളർ. സൈഡിൽ വെക്കുക, സൈഡിൽ വരയ്ക്കുക. ഒന്നുകൂടി കാണിക്കോ? ഇതൊരു സിജി സിമ്പിൾസിന്റെ ഒരു കാര്യമാണ്. സിജി സിമ്പിളാണ്, പണത്തിന്റെ ഒരു സിജി സിമ്പിളാണ് ഇത്. പല രീതിയിലുള്ള സിമ്പിൾസ് ഉണ്ട്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സിമ്പിളാണ്. ഓക്കെ, എല്ലാവരും ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് എസ് ഇല്ലേ, സെലക്ഷൻ അല്ലെങ്കിൽ എന്താണ് സെലക്ഷൻ സെറ്റ് എന്നൊക്കെ പറയുന്നില്ലേ, എസ് ഫോർ സേഫ്റ്റി, എസ് ഫോർ അങ്ങനെ എസ് എന്ന് പറഞ്ഞിട്ട് 2 ലൈൻ ഇടുക. 2 ലൈനാണ് വേണ്ടത്. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഒരു ദിവസം എത്ര രൂപയാണ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്? എത്ര രൂപയാണ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്? എത്ര രൂപയാണ്? അത് 1000 ആവാം, 2000 ആവാം, 10,000 ആവാം, ലക്ഷങ്ങളാവാം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട്. അതായത് വെറും സ്വപ്നം ഇതല്ല, 1 കോടി 100 കോടി ഒന്നും ചെയ്തരുത്. ഒരു ദിവസം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത്, അതായത് ആഗ്രഹം ചിലപ്പോൾ 1000 ആവാം, 10,000 ആവാം, ചിലപ്പം 10 ലക്ഷം ആവാം. പക്ഷെ നിങ്ങൾക്കത് വിശ്വാസം വേണം. അത് എത്ര രൂപയാണ്? 5000, 2000, 50,000 എത്ര എഴുതാം. നിങ്ങൾക്ക് അത്യാവശ്യമല്ല, ആവശ്യത്തിൽ കൂടുതൽ ഒരു എമൗണ്ട് ആയിരിക്കണം. ഒരു 100 രൂപ അങ്ങനെ ഒന്നും എഴുതാൻ പാടില്ല. ഒരു എത്രയാണോ അത് നിങ്ങളെ ചോയ്സാണ്, നിങ്ങൾക്ക് എടുക്കുന്നത്. 1 lakh എന്ന് എഴുതിയിട്ടുണ്ട് ചില ആൾക്കാർ, സന്തോഷം. നിങ്ങൾ കുറയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങളെ ലൈഫിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട്, നല്ല ലക്ഷറിയസ് ആയിട്ട്, അബൻഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന എമൗണ്ട് എത്രയാണ്? ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. 180 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, വാട്ടെവർ. 1 lakh എത്ര വേണം എഴുതി വെക്കാം. അതിലൊരു കാരണം എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സ് അബൻഡൻ്റ് ആണ്.
ഈ പേപ്പറിലാണോ സാർ എഴുതേണ്ടത്? അത് ഞാൻ കമന്റ് ചെയ്യാനാണ് ഇപ്പം പറഞ്ഞത്. നീ എങ്ങനെയാണ് ഇത് എഴുതേണ്ടത് അഫർമേഷൻസ് ഞാൻ പറഞ്ഞുതരാം. വേണ്ട വേണ്ട, പിന്നെ എന്തിനു പറഞ്ഞു? സാറേ ഒന്നുകൂടി കാണിക്കോ എഴുതിയത്? ഓക്കെ, ഞാൻ ഡോളറിന്റെ മാത്രമേ വരച്ചത്. നീ എഴുതാൻ പോവുകയാണ്. ഇതിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. യൂട്യൂബ് ചാനൽ കാണുന്ന വ്യക്തികളാണ്, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നമുക്കൊരു ഇതൊരു ടാസ്ക് ആയിട്ടാണ്. ഇപ്പം നമ്മൾ സൗജന്യ ക്ലാസ്സിൽ തന്നെ ടെക്നിക്സ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം. യൂട്യൂബ് ചാനൽ കാണുന്ന വ്യക്തികൾ ജസ്റ്റ് യൂട്യൂബിൽ കമന്റ് ബോക്സ് ഉപയോഗിക്കാം. ഇനി നമ്മൾ അതായത് ഇംഗ്ലീഷ് ആണോ മലയാളത്തിൽ വേണമെങ്കിൽ ഞാൻ പറയുന്ന അഫർമേഷൻ എഴുതാം. എവറി ഡേ ഐ ആം അട്രാക്ടിങ് ദിസ് മച്ച് ഓഫ് മണി. എവറി ഡേ, അത് ഇംഗ്ലീഷിൽ എഴുതാം. എല്ലാ ദിവസവും ഞാൻ ഇത്ര രൂപ ആകർഷിക്കുന്നു. അത് ഏത് പേപ്പറിലാണ്? അത് ഈ പേപ്പറിൽ തന്നെ. ഈ പേപ്പറിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എഴുതാൻ തുടങ്ങാം. ഈ ഡോളറിന്റെ ഈ ഭാഗത്തായിട്ടാണ് എഴുതേണ്ടത്. ഞാൻ ഇംഗ്ലീഷിൽ എഴുതാം അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതാം. അഫർമേഷൻ ഇതാണ്. മലയാളത്തിലെ അഫർമേഷൻ ഇതാണ്: എല്ലാ ദിവസവും ഞാൻ ഇത്ര രൂപ, അത് നിങ്ങൾ കമന്റ് ചെയ്ത് ഇത്ര രൂപ എന്റെ കൈകളിൽ വന്നുകൊണ്ടിരിക്കുന്നു. Every day I attracting this much money in my hands. സർ, ആ സിമ്പിളിന്റെ എവിടെയായിട്ട് എഴുതേണ്ടത് ഒന്ന് ഈ സിമ്പിളിന്റെ ഇതില് ഇവിടുന്ന് തൊട്ട് ഇങ്ങനെ എഴുതി വെക്കാം. ഞാൻ മലയാളത്തിൽ എഴുതാണ്, ഇംഗ്ലീഷിൽ എഴുതാം. മലയാളത്തിൽ എല്ലാ ദിവസവും അറിയൂ സർ, എല്ലാ ദിവസവും എന്റെ കൈകളിലേക്ക് ആകർഷിക്കുന്നു. എല്ലാ ദിവസവും ഞാൻ ഇത്ര രൂപ എഴുതിയോ. പിന്നെ അതായത് എല്ലാ ദിവസവും ഞാൻ ഇത്ര രൂപ എൻ്റെ കൈകളിലേക്ക് ആകർഷിക്കുന്നു. ഇംഗ്ലീഷ് പറയുന്നത് എവറി ഡേ ഐ ആം അട്രാക്ടിങ് ദിസ് മച്ച് എമൗണ്ട് ഇൻ മൈ ഹാൻഡ്സ്. പിന്നെ അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ്. എപ്പോഴും നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന ഗ്രാറ്റിറ്റ്യൂഡ്. സർ, ഇവിടെ ഇപ്പൊ സപ്പോസ് നമ്മളിങ്ങനെ എഴുതുകയാണെങ്കിൽ ഇപ്പൊ 50,000 ആണെങ്കിൽ 50,000 റുപ്പീസ് അങ്ങനെ പറഞ്ഞിട്ടൊക്കെ എഴുതണം. എമൗണ്ട് എഴുതി 50,000 ഇൻ നമ്പേഴ്സ്. യു ക്യാൻ റൈറ്റ് ഇൻ നമ്പേഴ്സ്. ഓക്കെ, ദെൻ മൈ ക്വസ്റ്റ്യൻ 50,000 റുപ്പീസ് എഴുതണോന്ന്, RS എഴുതണോന്ന്? റുപ്പീസ് എഴുതണ്ട. നിങ്ങൾ അത് ഇതില്ലേ റുപ്പീന്റെ സിമ്പിൾ കൊടുത്താൽ മതി. ഞാൻ അങ്ങനെ എഴുതി വെച്ച ഇതില് 25,000 ഞാൻ എഴുതി വെച്ചത്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു പ്രപഞ്ച ശക്തിക്ക് നന്ദി. ഞാൻ എഴുതി വെച്ച പ്രപഞ്ച ശക്തിക്ക് നന്ദി. കമന്റിൽ എഴുതിയതാണോ എഴുതണ്ടേ? കമന്റ് ചെയ്ത തുകയില്ലേ ഈ രീതിയിൽ എഴുതണം. ജസ്റ്റ് എത്രയാണ് എമൗണ്ട്, അതായത് എല്ലാ ദിവസവും ഞാൻ ഇതിൽ എഴുതി വെച്ചത് ഈ 25,000 രൂപ എന്റെ കൈകളിൽ ആകർഷിക്കുന്നു. പ്രപഞ്ച ശക്തിക്ക് നന്ദി. ഓക്കെ സാർ, താങ്ക്സ്. ഗ്രാറ്റിറ്റ്യൂഡ് ഒരു പ്രാവശ്യം എഴുതിയാൽ മതിയോ? ഒറ്റ തവണ എഴുതി. നമ്മൾ ഇത് എഴുതിയിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു മെഡിറ്റേഷൻ ചെയ്യും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് ബാക്കിയുള്ള ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, നോ വറീസ്, എല്ലാം ചോദിച്ചോളൂ. നിങ്ങളെ സംശയങ്ങൾ മാറ്റട്ടെ.
സാർ ഇതില് ഓവർ റൈറ്റ് വന്ന പ്രോബ്ലം ഉണ്ടോ? എങ്ങനെയാണ് ഓവർ റൈറ്റ് മീൻസ് ഒന്നിന്റെ മേലെ ചെയ്യുന്നതാണോ? കുറച്ചൊന്ന് കറക്ഷൻ ചെയ്തെടുത്തതുകൊണ്ട് കുഴപ്പമുണ്ടോ? കട്ട് ചെയ്യണ്ട, കട്ട് ചെയ്യുകയാണെങ്കിൽ അല്ല, അതിന്റെ പുറത്ത് ഓവർ റൈറ്റ് ഇന്ന് കുറെ വൃത്തികേടായിട്ടുണ്ടെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ പുതിയ എഴുതിയാൽ മതി. കുറച്ച് തിക്കായി പോയി സ്കെച്ച് പെൻ ഇട്ട് എഴുതിയപ്പോ. സ്കെച്ച് പെൻ അതൊന്നും വിഷയമില്ല. ഞങ്ങൾ അതിന്റെ പിറകിൽ കുറെ തവണ എഴുതി ഓവർ റൈറ്റിംഗ് അതാണല്ലോ. അല്ല, അങ്ങനെയല്ല, ഒരു പ്രാവശ്യം അതിന്റെ പുറത്തുകൂടി ഒന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ അതെ, ഇത് എഴുതി കഴിഞ്ഞു. ഈ ഒരു ലെവലിന്റെ ഉള്ളിൽ വേണേ, ഡോളറിന്റെ ഉള്ളിൽ. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ എപ്പോഴും എൻ്റെ അനുഭവം എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ മെഡിറ്റേഷനാണ്. അതെന്നും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം എന്ത് ചെയ്യും, കൈകളിൽ വെച്ചിട്ട് ഇത് നമ്മൾ കൈകളിൽ ഇങ്ങനെ വെക്കും, ഈ രീതിയിൽ കൈകളിൽ വെക്കും. ജസ്റ്റ് തൊടയുടെ മുകൾ ഭാഗത്ത് ഇങ്ങനെ വെക്കണ്ട, തൊടയുടെ മുകൾ ഭാഗത്തേക്ക് വെക്കുക. എത്രയാണ് എമൗണ്ട് അത് എഴുതി വെച്ച കാര്യം ഞാൻ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇത് എൻ്റെ തൊടയുടെ മുകൾ ഭാഗത്തായിട്ടാണ് വെച്ചത്. ഇതിൻ്റെ കൈകൾ, ഈ മുദ്രയാണ് റിസീവിങ് മുദ്ര എന്ന് പറയുന്നത്. ഇത് നമ്മൾ തൊടയുടെ മുകൾ ഭാഗത്തായിട്ട് വെക്കുകയാണ് കേട്ടോ. ഓക്കെ, ഡൗട്ട് തൊടയുടെ മുകൾ ഭാഗം ആകുമ്പോ രണ്ട് കൈയും എങ്ങനെ വെക്കാൻ? എങ്ങനെയാണ്? ഇതാ ഇതിങ്ങനെ ഇങ്ങനെയല്ലേ, ഇത് നേരെ താത്തി വെക്കുകയാണെങ്കിൽ തൊടയുടെ മുകൾ ഭാഗത്തേക്ക് വെക്കാൻ പറ്റില്ലേ? ഇതാ ഇത് രണ്ട് തൊടയുടെ കൈകൾ ഇതിങ്ങനെ വെക്കാൻ രണ്ട് തൊടയും സപ്പോർട്ട് വേണമല്ലോ. ഓക്കെ, അന്നേരം എല്ലാവരും കണ്ണടയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാറ്റി വെക്കുക, വാച്ചോ കാര്യങ്ങളുണ്ടെങ്കിൽ അഴിച്ചു വെക്കുക. ജസ്റ്റ് ഒന്ന് ശരീരം ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കുക, നട്ടിൽ നിവർത്തിയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതെ ഇങ്ങനെ തന്നെയാണ് പിടിക്കേണ്ടത്. തൊടയുടെ മുകളത്തേക്ക് വെക്കുക. ഓക്കെ, നമ്മൾ ഈ ടെക്നിക്കിനെല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് വേണമെങ്കിൽ അത്രയും സക്സസ് സ്റ്റോറീസ് ഉണ്ട്. അതിനെല്ലാം ഒരേ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ നൽകുന്ന മെഡിറ്റേഷൻസ് ആണ്. അന്നേരം എല്ലാവരും കണ്ണുകൾ അടച്ചിരിക്കുക. ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കണ്ണുകൾ അടക്കുക, നട്ടിൽ നിവർത്തിയിരിക്കുക, കൈകളിൽ ഈ ഒരു പേപ്പറും വെക്കുക. ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസനിശ്വാസവും ശരീരം കൂടുതലായിരുന്നതായി സങ്കല്പിക്കുക. തലയുടെ ഉച്ചി മുതൽ കാലിൻ്റെ കണ്ണങ്കാൽ വരെയുള്ള ഭാഗങ്ങൾ പൂർണ്ണമായി ശാന്തമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി എത്ര തുകയാണ് നിങ്ങൾ സമ്പാദിച്ചത്? 100 ആണോ, 500 ആണോ, 1000 ആണോ? അത് ചെറിയ തുകയാവട്ടെ, അതിന് നന്ദി പറയുക. അത് നൽകിയ വ്യക്തി ആരാണ്, അവർക്ക് നന്ദി പറയുക. കാരണം നിങ്ങളുടെ സമ്പന്നതയുടെ തുടക്കം അതിനാണ്. നിങ്ങൾക്ക് സമ്പത്ത് നൽകിയ ഓരോ വ്യക്തികളോടും
നിങ്ങൾ നന്ദി പറയുക. അത് ചിലപ്പോൾ നിങ്ങളുടെ രക്ഷിതാവായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ മുതലാളിയായിരിക്കാം, സുഹൃത്തായിരിക്കാം, എന്തുമാവട്ടെ, അവർക്കെല്ലാം നന്ദി പറയാൻ തുടങ്ങുക. നിങ്ങൾക്ക് ഇപ്പോഴുള്ള ജോലി അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് പണം നൽകുന്ന ആ വ്യക്തികൾക്ക് നന്ദി പറയുക. നന്ദി, നന്ദി, നന്ദി. ഞാൻ സമ്പന്നതയെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറിയിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ എന്നും അത്ഭുതങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നത്. നിരവധി വഴികളിലൂടെ, നിരവധി വ്യക്തികളിലൂടെ എന്നിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പണത്തെ ആസ്വദിക്കുക. ആ പണത്തിന് നന്ദി പറയുക. എൻ്റെ ജീവിതത്തിൽ എന്നും അത്ഭുതങ്ങൾ മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഏറ്റവും വലിയ തുക എത്രയാണ്? 1000 ആണോ? 10,000 ആണോ? അതോ ലക്ഷങ്ങളാണോ? ആ ഒരു എമൗണ്ട് ഈ നിമിഷത്തിൽ നിങ്ങളുടെ കയ്യിലുണ്ട്. അതിൻ്റെ സന്തോഷം അനുഭവിക്കുക, അതിൻ്റെ ആനന്ദം അനുഭവിക്കുക. ആ ഒരു വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് എങ്ങനെയുള്ള സന്തോഷമാണ് നൽകിയിരിക്കുന്നത്? അതിനെ ഇളം പുഞ്ചിരിയോടെ നിങ്ങളുടെ മുഖത്തേക്ക് കൊണ്ടുവരിക. മുഖത്ത് ആ ഒരു സന്തോഷം നിങ്ങൾ കൊണ്ടുവരിക. ഒരു പുഞ്ചിരി അനുഭവിക്കുക. പണമെന്ന് പറയുന്നത് അതെൻ്റെ സുഹൃത്താണ്. പണം എന്നിലേക്ക് നിരവധി വഴികളിലൂടെ വരുന്നതാണ്. പണം എനിക്ക് സ്വാതന്ത്ര്യം നൽകുന്നു, എനിക്ക് ശക്തി നൽകുന്നു. പണം ഇന്നെൻ്റെ സുഹൃത്താണ്. എൻ്റെ കയ്യിലുള്ള ഈ ദിവ്യമായ പേപ്പർ ഇന്ന് ഓരോ ദിവസവും പണം ആകർഷിക്കുന്ന ഒരു മാന്ത്രിക പേപ്പറായി മാറുകയാണ്. ഞാൻ എത്ര തുകയാണോ എഴുതി വെച്ചിരിക്കുന്നത് അത് എന്നിലേക്ക് വരാൻ പോവുകയാണ്. നിങ്ങൾ എഴുതി വെച്ച ആ ഒരു തുക ഏത് വഴിയാണ് നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നത് അതിനെ കാണുക, അതിനെ അനുഭവിക്കുക. ജോലിയിലൂടെയാണോ, ആ ബിസിനസ്സിലൂടെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതിനെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ആ പണം വരുന്നതും, ആ പണം ചിലപ്പോൾ ബാങ്ക് അക്കൗണ്ടിലായിരിക്കാം, ചിലപ്പോൾ ഗൂഗിൾ പേയിലോ നിങ്ങളുടെ കൈകളിലായിരിക്കാം. ആ ഒരു എമൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ കയ്യിലെ പേപ്പറിനെ നിങ്ങൾ സാവധാനം തലോടുക. അതെ, ആ ഒരു എമൗണ്ട് എൻ്റെ കൈകളിലുണ്ട്. അത് 1000 ആയിരിക്കാം, 2000 ആയിരിക്കാം, അത് എത്രയും ആവട്ടെ. അതിനെ തലോടാൻ വേണ്ടി ശ്രമിക്കുക. അതെ, ഞാൻ പണം ആകർഷിക്കുന്ന ഒരു കാന്തമാണ്. നിങ്ങൾ ഈ പണം കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? നല്ല വസ്ത്രങ്ങളാണോ? നല്ല ഭക്ഷണമാണോ? നല്ലൊരു ജീവിത രീതിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതിനെ അനുഭവിക്കുക. ദിവസം കിട്ടുന്ന വരുമാനം കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ ഒരു വലിയൊരു
പണം കൊണ്ട്. അഥവാ നിങ്ങൾ ദിവസവും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു എമൗണ്ട് കൊണ്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്, അതിനെ സന്തോഷത്തോടെ കാണാൻ വേണ്ടി ശ്രമിക്കുക. മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി കൊണ്ടുവരിക. കാരണം ഹൃദയത്തിൽ നിങ്ങൾ സമ്പന്നമാണ്. അതിനെ അനുഭവിക്കുക. നിങ്ങളുടെ കുടുംബവുമായി എങ്ങനെയുള്ള ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പങ്കാളി നിങ്ങൾ ജീവന് തുല്യം സ്നേഹിക്കുന്നു. നിങ്ങളുടെ മക്കൾ നിങ്ങളെ ബഹുമാനിക്കുന്നു. കാരണം നിങ്ങൾ കയ്യിൽ പണമുണ്ട്. നല്ലൊരു ജീവിത രീതിയാണ് നിങ്ങൾക്കുള്ളത്. നല്ല കാറ്, നല്ല വീട്, എല്ലാം തന്നെ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ നല്ല വസ്ത്രങ്ങൾ ഇട്ടിട്ടാണ് നടക്കുന്നത്. നാട്ടിൽ അറിയപ്പെടുന്ന ഒരു സമ്പന്നനായ അല്ലെങ്കിൽ സമ്പന്നയായ വ്യക്തിയെ നിങ്ങൾ മാറിയിരിക്കുകയാണ്. നാട്ടുകാരെല്ലാം തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ ബഹുമാനിക്കുന്നു. കാരണം അത് നിങ്ങൾക്ക് പണം നൽകിയ അനുഗ്രഹമാണ്. ആ പണത്തിന് വീണ്ടും വീണ്ടും നന്ദി പറയുക. സ്നേഹത്തോടെ നിങ്ങളെ കയ്യിലുള്ള ആ മാന്ത്രിക പേപ്പർ വീണ്ടും തലോടുക. ഇതെന്റെ ഭാഗ്യമാണ്, ഇതെന്റെ സൗഭാഗ്യമാണ്. പണം ഞാൻ എന്നും ആകർഷിക്കുന്നു. ദിവസവും ഈ തുക എൻ്റെ കൈകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി, നന്ദി, നന്ദി. ആ പണം ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിൽ കാണുക. ഹോട്ടലുകളിലേക്ക് പോകുന്നത്, യാത്രകൾ ചെയ്യുന്നത്, നിങ്ങളുടെ ആവശ്യമുള്ള വസ്തുക്കളും എല്ലാം തന്നെ വാങ്ങുന്നതായി കാണുക. എന്തെന്നാൽ ദിവസവും ഈ ഒരു മനോഹരമായ തുക നിങ്ങളുടെ കൈകളിൽ വരുന്നതാണ്. നന്ദി, നന്ദി, നന്ദി. ആ ഒരു സന്തോഷം അനുഭവിക്കുക. ആ ഒരു ആനന്ദം അനുഭവിക്കുക. മുഖത്തും ശരീരത്തിലും ഒരു കോരിത്തരിപ്പ് അനുഭവിക്കുന്നുണ്ടോ? കാരണം നിങ്ങളിപ്പോൾ അതിസമ്പന്നനായ അല്ലെങ്കിൽ അതിസമ്പന്നയായ വ്യക്തിയായിരിക്കുകയാണ്. പ്രപഞ്ചശക്തിക്ക് നന്ദി. ഞാൻ വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിന് നന്ദി. ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഞാൻ നന്ദി പറയുകയാണ്. നന്ദി, നന്ദി, നന്ദി. ശരീരം മുഴുവനും അതിൻ്റെ വൈബ്രേഷൻ അനുഭവിക്കുകയാണ്. ആ പണം തരുന്ന ആ ഒരു സന്തോഷം നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുകയാണ്. നിങ്ങളുടെ മുഖത്തും ചുണ്ടുകളിലും അതിൻ്റെ സന്തോഷം കൊണ്ടുവരിക. ആ പണം ഈ നിമിഷത്തിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ട്. നിങ്ങളുടെ മുഖം മുഴുവനായും അതിൻ്റെ സന്തോഷം ശരീരത്തിലെല്ലാം തന്നെ അനുഭവിക്കുക. സാവധാനം നിങ്ങൾ ആ പേപ്പർ ഒരു ഉമ്മ നൽകുക. ആ പേപ്പറിന്, കയ്യിലെ പേപ്പറിന് ഒരു ഉമ്മ നൽകുക. സ്നേഹത്തോടെ, കൃതജ്ഞതയോടെ വേണം നൽകാൻ. നന്ദി, നന്ദി, നന്ദി. കൈകൾ പരസ്പരം ഉരസുക. കണ്ണുകളിലേക്ക് ഊർജം പകരുക. എങ്ങനെയുണ്ടായിരുന്നു മെഡിറ്റേഷൻ?
അമേസിങ് നല്ലതായിരുന്നു. ഓക്കെ ഓക്കെ നമ്മള് കയ്യിൽ ആ നോട്ടിന്റെ വെയിറ്റ് ഫീലായി. ഓക്കെ ഓക്കെ നല്ല അത് ടച്ച് ചെയ്യുന്ന സമയത്ത് അത് ഫീൽ ആയോ? അങ്ങനെയാണ് നല്ലത്. അതെ, അത് കയ്യിൽ ഇരിക്കണ പോലെ തോന്നും. ഇത് എത്ര വട്ടം ചെയ്യണത്? എപ്പോഴും എങ്ങനെ? ഇത് ഡെയിലി ചെയ്യുന്നത് നല്ലതാണ്. ഇനി ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു ഷീറ്റ് നിങ്ങളെ പേഴ്സിലേക്ക് എപ്പോഴും എന്ത് ചെയ്യുക, വെക്കുക. ഇത് ജസ്റ്റ് ഈ പേഴ്സിലേക്ക് വെക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഡെയിലി രാവിലെ എന്ത് ചെയ്യുക, ഈ ഒരു എമൗണ്ട് നോക്കുക, എന്നിട്ട് അതിന് നന്ദി പറയുക. കേട്ടോ, ഇത് ഡെയിലി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഈ ഒരു എമൗണ്ട്, ഈ ഒരു ടെക്നിക്ക്, ഈ ഡോളർ ചിഹ്നം വരച്ചിട്ട് ഒറ്റ ദിവസം ചെയ്താൽ മതി. ഡെയിലി രാവിലെ എഴുന്നേറ്റിട്ട് ജോലിക്ക് പോകുന്നതിന് മുന്നെയോ കാര്യങ്ങളോ ഒന്ന് നോക്കുക. അത് വർക്കിന് പേപ്പർ മാറ്റിക്കൊണ്ടിരിക്കണ്ട, ഇല്ല മാറ്റിക്കൊണ്ടിരിക്കണം, ഇത് തന്നെ വെച്ചാൽ മതി. സാർ കണ്ണെന്നൊക്കെ വെള്ളം വന്നു. കണ്ടത് ഓക്കെ ഓക്കെ. എന്തായാലും ഓക്കെ, ഇങ്ങനെ നിങ്ങളെ കാണുന്ന സമയത്ത് ഒരു അത്ഭുതമാണ്. കാരണം പണ്ടെല്ലാം വരുന്ന സമയത്ത് പ്രായം കുറഞ്ഞു വരികയാണോ? എല്ലാരും പറയുന്നുണ്ട് എന്താ മാറ്റം ചോദിക്കുന്നുണ്ട്. പണ്ട് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളൊരു 15-20 വയസ്സ് കുറഞ്ഞു കേട്ടോ. ഓക്കെ, താങ്ക് യു സാർ. സന്തോഷം. നമ്മളെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ദുർഗാദേവി എന്നാണ് പേര്. അദ്ദേഹം കോപ്പറേറ്റീവ് എവിടെയാ വർക്ക് ചെയ്യുന്നത്? എന്റെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി, പിന്നെ ഒരു ഹെൽത്ത് പ്രോഡക്റ്റ് ഉണ്ട്. എല്ലാം ചെയ്യുന്നുണ്ട്. നല്ല ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ആൾക്കാരോട് സംസാരിക്കാനുള്ളൊരു ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ പോരാത്ത നമ്മൾ പറയുമ്പോ ആൾക്കാര് അംഗീകരിക്കുന്നുണ്ട്. മറ്റേത് നമുക്ക് ആൾക്കാരോട് സംസാരിക്കാൻ ഒരു മടിയായിരുന്നു. അവര് കേൾക്കുവോ, നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുവോ, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതായിരുന്നു. അപ്പൊ അതിന്നൊക്കെ നല്ല മാറ്റം വരുന്നുണ്ട്. എല്ലാരോടും നല്ല ചിരിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതിനൊക്കെ ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സാർ. പിന്നെ ഇതൊക്കെ ചെയ്തിട്ടുള്ള ഇതുണ്ടല്ലോ പേപ്പറൊക്കെ നമ്മൾ എവിടെയാ അങ്ങനെ കളയ അങ്ങനെ ഇതിപ്പോ പേഴ്സിൽ വെച്ചാൽ അല്ല, അത് കഴിഞ്ഞിട്ടാ പറയണത്. ഇപ്പൊ അത് അതിന്റെ ആ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പീരീഡ് കഴിയുന്നില്ല. നിങ്ങൾക്ക് വേണം ഇത് 1 month ഇത് മുഷിയാത്ത വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇത് കത്തിച്ചു എപ്പോഴും കത്തിച്ചു കളയണോ? അത് ഇല്ല, ഇത് കത്തിച്ചു കളയണം. ഇത് കത്തിച്ച് കളയണ്ട. ഇത് പേഴ്സിൽ വെക്കേണ്ട കാര്യമാണ്. ഡെയിലി രാവിലെ നിങ്ങൾ ആ പേപ്പർ നോക്കുക, എന്നിട്ട് അതിന് നന്ദി പറയാം, എന്നിട്ട് പേഴ്സിൽ വെക്കുക. എന്നിട്ട് ആ പേഴ്സിലേക്ക് ആ പണം വരുന്നതായിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതായിട്ട് സങ്കല്പിക്കുക. സാറ് ഒരു മിനിറ്റ്, നമ്മള് രാവിലെ എണീറ്റ ഉടനെ നോക്കണോ അതോ വർക്കിന് പോകുമ്പോഴാണോ നോക്കേണ്ടത്? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നോക്കാൻ പറ്റിയെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മ നല്ലത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നോക്കുന്നതാണ്. പിന്നെ ജോലിക്ക് പോകുന്നതിന് ഞാൻ രാവിലെ എണീറ്റ ഉടനെ നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് സെൽഫ് പറയുമല്ലോ. അതോടൊപ്പം തന്നെ നിങ്ങൾ ആ പേഴ്സ് തുറന്നിട്ട് ഇത് നോക്കുക. നമ്മുടെ ശരീരത്തിന് എല്ലാത്തിനും നന്ദി പറയും. അത് ചെയ്യാറുണ്ട് രാവിലെ. അതെ. എന്തായാലും ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്. അത് രാവിലെ ചെയ്യുന്നത് നല്ലതാണ്, രാവിലെ എഴുന്നേറ്റ വളരെ. പിന്നെ ജോലിക്ക് പോകുന്നതിന് തൊട്ട് മുൻപായി നിങ്ങളിത് ചെയ്തിട്ട് പേഴ്സിൽ വെക്കുക. ജോലി സ്ഥലത്ത് വെച്ചിട്ടല്ല ചെയ്യേണ്ടത്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേരം ഹോസ്റ്റൽ എവിടെയാണോ അത് ഇറങ്ങുന്നതിന് മുന്നേ ജോലി സ്ഥലത്ത് പോയിട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചിട്ട് വെക്കുക. അതെ, അതാണ് ചെയ്യേണ്ടത്. ക്ലിയർ ആണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി മുന്നേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ലൈഫിൽ ചോദിച്ചോളൂ. സാറേ, ഞാൻ റിലേഷൻഷിപ്പ് മിസ്റ്ററിയിൽ ഇപ്പൊ വെള്ളിയാഴ്ച തുടങ്ങിയിട്ടില്ലേ, അതില് ജോയിൻ ആയതാണ്. സാറ് ഡെയിലി ഇപ്പൊ 2 ദിവസമായിട്ട് ഇടുന്നുണ്ട്, രാവിലെയും വൈകിട്ടും. അപ്പൊ അത് മാത്രം ചെയ്താൽ മതിയോ? ഇത് പിന്നെ അതിന്റെ കൂടെ ചെയ്യണം? ഇത് അതിന്റെ കൂടെ ചെയ്തോളൂ, ഇത് പ്രശ്നമില്ല. കാരണം ഇത് ഡെയിലി റിലേഷൻ മാസ്റ്ററി നമ്മൾ മെഡിറ്റേഷൻസ് ഇപ്പം ഫോർഗിവ്നെസ് മെഡിറ്റേഷൻ ആണ് നൽകിയത്. നാളെ സെൽഫ് കുറെ ഏകദേശം ഒരു 13 ടൈപ്പ് മെഡിറ്റേഷൻ വരുന്നുണ്ട്. അതെന്ത് ചെയ്യാം, പോസ്റ്റ് ഉണ്ടാവും, ആ ക്ലാസ്സിൽ ഒരു പോസ്റ്റ് ഉണ്ടാവും, അത് വായിക്കുക. അതിൽ ഓരോ ടെക്നിക്സുകൾ എഴുതുന്നുണ്ടാവും. കുറച്ച് ടൂൾസും ഉണ്ട്, സൈക്കോളജിക്കലായിട്ട് കുറച്ച് ടൂൾസും ഉണ്ട് അതിനകത്ത്. എഴുതുന്നത് കുറച്ച് ടൂളുണ്ട്, അത് നിങ്ങൾ ചെയ്യാം. അതിന്റെ കൂടെ ഇതും ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇനി നിങ്ങളെ ലൈഫിലെ ചേഞ്ചസ് മുന്നേ 5 പേർക്ക് മാത്രമാണ് അവസാനിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ മിറാക്കിൾ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് എന്താണ് സംഭവിച്ചത് എന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സംശയം ചോദിച്ചോ. നമ്മള് പ്രൈസ് റേറ്റ് ചെയ്യുമ്പോ മത്സ്യമാംസങ്ങൾ കൂടുന്നതിനെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് നിങ്ങൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതനുസരിച്ച് അതിനൊരു ക്രേവിങ് കുറയും.
അയ്യോ ഭയങ്കരമായിട്ടുള്ള ഇതില്ലേ ഇതൊക്കെ അതൊക്കെ അവളെ കുറയും. കാണാനില്ലല്ലോ. ഓക്കെ 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 ആ ഞാൻ പറഞ്ഞു. അപ്പൊ അത് ഊരി വെച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ അല്ല ഊരി വെക്കൊന്നും വേണ്ട. കഴിക്കുന്നത് ഇത് തെറ്റായുള്ള കാര്യമല്ല, കഴിച്ചോളൂ. ഞാൻ കഴിക്കാറുണ്ട്, ഞാൻ പ്യൂർ വെജ് ഒന്നുമല്ല. പക്ഷെ എനിക്കത് ഞാൻ ഡെയിലി കഴിക്കുന്ന ഇപ്പം വീക്ക്ലി 2 തവണ കാര്യങ്ങളെല്ലാം കഴിക്കുന്നത്. ഓക്കെ. ഇനി നിങ്ങളുടെ ലൈഫിൽ ജസ്റ്റ് കുറച്ച് പേർക്കും കൂടി അവസരമാണ്. നിങ്ങളുടെ ലൈഫിൽ എന്ത് മിറാക്കിളാണ് ലോ ഓഫ് അട്രാക്ഷനുള്ള ചേഞ്ച് വന്നത് എന്നുള്ളതാണ് പറയേണ്ടത്. നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഹലോ ഹലോ. ആ സാറ് ഈ പേപ്പറിൽ എഴുതിയ സംഖ്യ തന്നെയാണോ? ആ സംഖ്യ നമ്മള് ഇത് മ്യൂട്ട് ചെയ്തിട്ട് എഴുതാൻ പറഞ്ഞല്ലോ, അതന്നെയാണോ പേപ്പറിൽ എഴുതണ്ട്? അതെ അതെ അതെ. ആ ഇത് ഓക്കെ. താങ്ക് യു സോ ഇത് മച്ച്. ഞാൻ പറഞ്ഞോട്ടെ ആ പറയാനില്ലേ? ഓക്കെ ഓക്കെ. അന്നേരം അതായത് അന്നേരം മുന്നേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു പൂർണ്ണ വിശ്വാസം വേണം, എന്നാലാണ് ഈ ടെക്നിക്സ് വർക്ക് ചെയ്യുക. ഇപ്പം അബുദാബി ബിഗ് ടിക്കറ്റ് നമ്മളെ എലൈൻമെന്റ് മാസ്റ്ററി പങ്കെടുത്ത ഓരോ മെഡിറ്റേഷൻ കാര്യങ്ങൾ ചെയ്തിട്ട് അബൻഡൻസ് മീൻസ് വെൽത്ത് മാസ്റ്ററിയിൽ ഒരു മെഡിറ്റേഷൻ ചെയ്തിട്ട് പലർക്കും അടിച്ച് 2 പേർക്കായിട്ടും ബിഗ് ടിക്കറ്റ് അത് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ് അടിച്ചത്. കേരള 1CR എല്ലാം അടിച്ചിട്ടുണ്ട്. അങ്ങനെ പലർക്കും മിറാക്കിൾ സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് മെഡിറ്റേഷനും കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത് കേട്ടോ. ഇന്ന് തന്നെ നമ്മളെ ക്ലാസ്സിൽ ഒരു 4 ലക്ഷം അല്ല 3 ലക്ഷം 4 ലക്ഷം അവർക്ക് മാനിഫെസ്റ്റ് ചെയ്ത സക്സസ് സ്റ്റോറീസ് എല്ലാം തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് ജോലി എന്തുണ്ടെങ്കിലും ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസമാണ്. അതിനാണ് ഈ ടെക്നിക്സും കാര്യങ്ങളും. മൈൻഡ് സെറ്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്നിക്സ്. പക്ഷേ അത് ഈ ടെക്നിക്സ് അല്ല, ശരിക്കും ഹീലിംഗ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ചേഞ്ചസ് വരും, ആറ്റിറ്റ്യൂഡിലെ ചേഞ്ച് വരും, നമ്മളെ എനർജി ലെവലിലെല്ലാം തന്നെ ചേഞ്ച് ചെയ്താണ് കേട്ടോ. ഓക്കെ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഷെയർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ആർക്കെങ്കിലും ഇതേപോലെ എക്സ്പീരിയൻസ് ഉണ്ടോ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച്? സംശയമാണിത്. ഇതല്ല, നമുക്ക് ഡൗട്ട് ചോദിക്കാം. നമ്മൾ ഇപ്പൊ ബ്രേസ്ലെറ്റിന്റെ ചക്ര ഇത് 7 ചക്രയുടെ ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് ആ മൂലാധാരം തൊട്ട് നമ്മളിങ്ങനെ ചെയ്ത് ഇങ്ങനെ വരുമ്പോ നമ്മളെ സൈഡ് മൊത്തം കൂടെ ഒരു വൈബ്രേഷൻ മീൻസ് അതല്ലാണ്ട് നമ്മള് ഒരു ഭാഗം കുഴഞ്ഞു പോകുന്ന ആ ഒരു ലെവലിൽ നമുക്ക് വരുന്നത്. അപ്പൊ എനിക്ക് പേടിയാവാൻ തുടങ്ങി. അപ്പൊ കൈ മുട്ടിന്റെ അവിടേക്ക് വേദന, പിന്നെ ഒരു ഭാഗം അങ്ങോട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് തളർന്നു പോകുന്ന പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെഡിറ്റേഷൻ ആണെങ്കിൽ ബൈനോറൽ സബ്ലിമിനൽ ആഡ് ചെയ്തിട്ടാണ്. ചക്രാസ് എല്ലാം തന്നെ അവേക്കൻ ചെയ്യുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ. എന്തായാലും ഇനി ആർക്കെങ്കിലും ഇതേപോലുള്ള നിങ്ങളുടെ ലൈഫിലെ ചേഞ്ചസ് ഷെയർ ചെയ്യേണ്ടത് ഷെയർ ചെയ്യാം. ഓക്കെ. എന്തായാലും ആർക്കുണ്ട് നിങ്ങളുടെ ലൈഫിൽ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് ഇന്ന കാര്യം ഞാൻ നേടിയെടുത്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഓക്കെ. അന്നേരം ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ ആ ഒരു നമ്മളെ ക്ലാസ്സുകളിൽ പെയ്ഡ് ആവട്ടെ അല്ലെങ്കിൽ സൗജന്യ ക്ലാസ് ആവട്ടെ കൃത്യമായിട്ട് പങ്കെടുക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകുക. ഇപ്പം നമ്മളിപ്പോൾ അലൈൻമെൻറ്റ് മാസ്റ്ററി, ഇപ്പം ഞാനത് പ്രസൻറ്റേഷൻ തയ്യാറാക്കി കൊണ്ടുവയ്ക്കുകയാണ്. അലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് ഹീലിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. കംപ്ലീറ്റ് ആയിട്ട് ഹീലിംഗ് പ്രോസസ്സാണ്. നമ്മളെ ഇന്നർ ചൈൽഡ്, സെൽഫ് ലവ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് പ്യുവറായിട്ടുള്ള ഒരു ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അത് നമ്മളെ മാനിഫെസ്റ്റേഷനിലേക്ക് നയിക്കുന്നതാണ്. അതായത് 24 hours ഹാപ്പി അല്ല, ബാലൻസ്ഡ് സ്റ്റേറ്റിലേക്ക് നമുക്ക് എത്തും. നമ്മളെ മനസ്സ് ശാന്തമായിട്ട് ഒരു കാംനെസ്, ഒരു സ്റ്റിൽനെസ് എല്ലാം തന്നെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. അത് ഇങ്ങനെ സന്തോഷം വന്നാൽ എല്ലാത്തിലും നമുക്ക് ആ കാംനെസ് ഉണ്ടാവും. അത് നമ്മളെ ലൈഫിലെ മാനിഫെസ്റ്റേഷനെ ബൂസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ബുദ്ധൻ്റെ തത്വങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആകുന്നത്. ബുദ്ധൻ ഒരിക്കലും ഹാപ്പിനെസ്സിനെ കുറിച്ചല്ല, ആനന്ദത്തെക്കുറിച്ചാണ് വന്നത്. ആനന്ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷമല്ല, സങ്കടമില്ല, അതിൻ്റെ മിഡിൽ ഉള്ള ഒരവസ്ഥയാണ്. അത് അനുഭവിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. ചില മെഡിറ്റേഷൻ എഴുതുന്ന സമയത്ത് രാവിലെയും വൈകുന്നേരം ചെയ്യാന്ന് പറയുന്നുണ്ട്. ചിലതിൽ രാത്രിയും രാവിലെയും ഉണ്ട്. അതിൽ നമ്മൾ ആ ടൈമിങ് എങ്ങനെ? ഒന്ന് രാത്രി എന്ന് പറഞ്ഞാൽ വിളക്ക് മുൻപാണ് ചെയ്യേണ്ടത്, വൈകുന്നേരം അല്ല വൈകിട്ടുള്ള രാത്രിയാണ് ചെയ്യേണ്ടത്. ഉണ്ട് രാത്രി. ചിലതിൽ വൈകുന്നേരം എന്ന് വരാറുണ്ട്. അത് വൈകുന്നേരം ചെയ്യേണ്ടതാണ്.
അത് എത്ര 6 മണിന്റെ മുന്നേണോ ശേഷമാണോ? അല്ല, അത് നിങ്ങൾ 6 മണീൻ്റെ ഇപ്പം നിങ്ങൾ പ്രാർത്ഥന കാര്യമുണ്ട് ആ സമയത്ത് ചെയ്താൽ മതി. വിളക്ക് വെച്ചിട്ട് വിളക്ക് വെച്ച ശേഷം ചെയ്താൽ മതി. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ നിസ്കരിക്കുന്ന നിസ്കാരം കഴിഞ്ഞ ശേഷം ചെയ്താൽ മതി കേട്ടോ. എന്തായാലും സന്തോഷം, വളരെയധികം സന്തോഷമാണ് നിങ്ങളെ ഈ സക്സസ് സ്റ്റോറീസും നിങ്ങളെല്ലാം തന്നെ കാണാൻ കഴിഞ്ഞത് സന്തോഷം. നമ്മൾ അലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ പുതിയ ബാച്ച് 11-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഹീലിങ്ങിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ കുറേ ട്രോമാസും കുറേ സങ്കടങ്ങളും ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല, മൊത്തം പ്രോബ്ലമാണ്, ലൈഫിൽ ചേഞ്ച് വരണം ആഗ്രഹിക്കാൻ നിങ്ങൾ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. എന്തായാലും വീണ്ടും നന്ദി. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഹലോ, ചോദിച്ചോളൂ. അപ്പൊ ഈ മെഡിറ്റേഷൻ 4 മണിക്ക് നമുക്ക് ഫ്രീ ആയിരിക്കുമ്പോഴൊക്കെ ചെയ്യണേല് കുഴപ്പമില്ലല്ലോ? ഇല്ല, ചെയ്തോളൂ. ചെയ്യാം അല്ലേ? ഓക്കെ. താങ്ക് യു സോ മച്ച്. സാർ, പിന്നെ ഒരു സംശയം ചോദിച്ചോട്ടെ സാർ? നമ്മള് പിന്നെ ഇയർഫോൺ ഇട്ടിട്ട് കേൾക്കണം എന്നല്ലേ സാർ പറഞ്ഞേ? അത് സ്പീക്കറിൽ ഇട്ടിട്ട് കേൾക്കാൻ പറ്റുമോ? ഇല്ല, സ്പീക്കർ ഇട്ടിട്ട് ഹെഡ്ഫോണോ ഇയർഫോണോ യൂസ് ചെയ്യുന്നതാണ് ഗുണം കിട്ടുക. അത് തന്നെ ചെയ്യണം എന്നല്ല, ഗുണം കിട്ടണമെങ്കിൽ കൂടുതൽ ഗുണം കിട്ടണമെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്പീക്കർ ഇട്ട് ചെയ്താൽ മതി. എനിക്ക് ഇയർഫോൺ ഇടുമ്പോൾ ചെവിക്ക് വേദന അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അത് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഇയർഫോൺ ഉണ്ടാവും. മറ്റുള്ളവർ റൂമുകൾ അടച്ചിട്ടിട്ട് ഇപ്പം ബൈനറി മ്യൂസിക് ഇങ്ങനെ സ്പീക്കറിൽ പ്ലേ ചെയ്യുകയാണെങ്കിൽ ഡോറും റൂമും അടച്ചിട്ട് എന്നിട്ട് അത് മ്യൂസിക് വെക്കുക, എന്നിട്ട് കേട്ടാ. അത് കിടന്ന് ചെയ്യാം, ഈ അതിലെ അത് കിടന്നിട്ട് ചെയ്യാം, അങ്ങനെ കേൾക്കാൻ പറ്റും? കിടന്ന് ചെയ്യണ്ട, ഇരുന്ന് ചെയ്താൽ മതി. എല്ലാതും ഈ എന്താ പറയാ ബൈനറൽ സംതിങ് ഇരുന്ന് ചെയ്താൽ മതി. അതാവുമ്പോൾ പ്രാണ ഊർജ്ജം തന്നെ കറക്റ്റായിട്ട് ഇത് പ്രവർത്തിക്കും. അത് കിടന്ന് ചെയ്യേണ്ട വേറെ മെഡിറ്റേഷൻസ് ആണുള്ളത് കേട്ടോ. എന്തായാലും സന്തോഷം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ശുഭരാത്രി.